നമസ്കാരം കേട്ടോ. സാറോടെ നമസ്കാരം. ഇരിക്കൂ. ശരി രാജു, എല്ലാവർക്കും ചായ കൊടുത്തോളേ. ശരി. അല്ല ലക്ഷ്മി, ഇവിടെ ഇരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാ പേടിക്കുന്നേ? കണ്ടില്ലേ, ഈ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പോവാൻ പോകണം. വേഗം ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി തന്നെ വരണം, ശരിയല്ലേ? ഈ ഒരെണ്ണം ഉള്ളത് പോരെ? അതല്ല കാര്യന്നേ, ഇവളുണ്ടായപ്പോ ഇവൾക്ക് നിന്റെ അമ്മയുടെ പേരില്ലേ വെച്ചത്. ഇനി എനിക്ക് ഒരു പെൺകുട്ടി കൂടി വേണം. അവൾക്ക് എന്റെ അമ്മയുടെ പേര് വെക്കണം. അതാ സാവിത്രിന്നോ? അവള് വലുതാവുമ്പോ എന്തിനാ ഇങ്ങനെ ഒരു പേരിട്ടെന്ന് വഴക്കുണ്ടാക്കും. നല്ല ഭംഗിയുള്ള പേരല്ല. നീ എന്തൊക്കെയാ പറയണേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്തൊക്കെയായാലും നിങ്ങളുടെ അമ്മ നല്ലോണം അഭിനയിക്കും. അതെ, അമ്മോട് ഞാൻ പറയും. നിന്നോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല നിന്നെ തല്ലിയത്, എൻ്റെ കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ടാ. ഈ വിവരം ഞാൻ അറിഞ്ഞതുകൊണ്ടാ തല്ല് മാത്രം കിട്ടിയത്. ഈ വിവരം എൻ്റെ ചേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ. എൻ്റെ അനുജത്തി നിന്നെ സ്നേഹിച്ചിരുന്നോ? അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കെങ്കിലും ചെയ്തോ? പിന്നെ നീ എന്തിനാണ് ഇവിടെ വന്നത്? ചോദ്യ നക്ഷത്രമാ. നല്ല സമയമായിരുന്നു. പ്രവർത്തിക്കുന്ന ആൾക്ക് നല്ല ഭാവി ഉണ്ടാവുമെന്ന് വിചാരിച്ച് കടത്തിക്കൊണ്ട് പോകാന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ. പറയുന്ന ആളി എപ്പോഴും അത്രയ്ക്ക് മോശമാവണമെന്നില്ല. അത് ഞാനേ എന്നെ കുറിച്ച് തന്നെയാ ഇപ്പൊ പറഞ്ഞത്. ജാതകം ചേരുമെന്ന് പറഞ്ഞ് പെണ്ണിനെ തട്ടിക്കൊണ്ട് പോണെന്ന് വിചാരിച്ചാ? നിന്റെ കയ്യിൽ ഒരു 100 രൂപ തന്ന് നിന്നെ അനുഗ്രഹിച്ചു വിടാൻ ഞാൻ അത്രയ്ക്ക് നല്ലവനൊന്നും അല്ലടാ. എടാ കല്ലൂരുകാരൻ കൃഷ്ണനാടാ ഞാൻ. ഈ കൃഷ്ണന്റെ ഒരു കാര്യം, അവൻ എവിടെയാണോ എന്തോ. ഏട്ടാ, നീ ഇത് എവിടെയായിരുന്നു? ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഞാനൊന്ന് പുറത്തു പോയതാ. വേഗം ചെല്ല്, എന്തുമാത്രം പണി കിടക്കുന്നത്. ഓം നമോ നാരായണായ നമഃ. മോൻ അമേരിക്കയിലാന്ന് പറഞ്ഞല്ലോ. അതെ, നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കക്ക് ബസ് ഉണ്ടോ മോളെ? കാണും ചെറിയമ്മേ, പക്ഷെ അതിന് ബസ്സെന്നല്ല, എയർ ബസ് എന്ന് പറയും. അമ്മേ, എന്താ അമ്മേ? അമ്മേ, എന്ത് പറ്റി? അമ്മേ, അമ്മേ, എന്താ പറ്റിയേ? അയ്യോ ഏട്ടത്തി, മണ്ഡപത്തിൽ നിന്ന് അങ്ങനെ എഴുന്നേക്കരുത്, അവിടെ തന്നെ ഇരിക്കുക. വേദന തുടങ്ങി. പേടിക്കണ്ട, പേടിക്കണ്ട മോനെ. ഞാനുണ്ടല്ലോ ഇവിടെ. സാവിത്രി, അതിശയഗാനപരാ
പരാഗം ചൂടിയ അഴകിന്റെ മഞ്ചരി, നക്ഷത്ര ചെപ്പു തുറക്കും തൃക്കാർത്തിക നിർദീപം, ശ്രീചന്ദന തിലകം ചാർത്തിയ പൂമാന പൈങ്കിളി, പുതുമഞ്ഞിൻ കോടിയൊടുക്കും വെൺമേഘഹംസം, പൂങ്കുയിൽ പാടും പാട്ടു നീ വസന്തരാഗഭാവമേ, പുഞ്ചിരി തൂകും പൂവു നീ സുഗന്ധ പുണ്യമേ. നിന്റെ മനസ്സിലെ ആനന്ദം ചഞ്ചലമാടും മഞ്ചീരം, മഞ്ചിതമാകും എന്റെ മനസ്സുരം. കൊഞ്ചില് കേട്ടു കൊതിയോടെ നെഞ്ചു തുടിച്ചു മൃദുവോടെ, പഞ്ചമിരാവിലുദിച്ചൊരു ശശി പോലെ. മത്സരവേദിയിലെല്ലാം സാവിത്രിയോ, തൽക്ഷണമെല്ലാം നേടും സാവിത്രി, സ്നേഹിത സ്നേഹം കാട്ടും സാവിത്രിയോ, എന്തിനുമെന്നും മുന്നിലായി വിണ്ണിൽ വിളങ്ങിയ താരമേ, മംഗളസുരവില ഗാനമായി പാറി നടന്ന പതംഗമേ, കൈ തൊഴുന്നേൻ പൂജിതേ. ഇന്ന് ഹോംവർക്ക് ചെയ്യാതെ വന്നവരാരൊക്കെയാ? കൈപൊക്കിക്കേ. കമാൺ ഗെറ്റപ്പ്. ഇങ്ങോട്ട് വന്നേ. എന്താ ചെയ്യാഞ്ഞത്? സാറല്ലേ പറഞ്ഞത് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടൂന്ന്, അതുകൊണ്ടാ ഞാൻ ചെയ്യാഞ്ഞേ. അതിശയഗാനപരാഗം ചൂടിയ അഴകിന്റെ മഞ്ചരി, നക്ഷത്ര ചെപ്പു തുറക്കും തൃക്കാർത്തിക നിർദീപം, ശ്രീചന്ദന തിലകം ചാർത്തിയ പൂമാന പൈങ്കിളി, പുതുമഞ്ഞിൻ കോടിയൊടുക്കും വെൺമേഘഹംസം, പൂങ്കുയിൽ പാടും പാട്ടു നീ വസന്തരാഗഭാവമേ, പുഞ്ചിരി തൂകും പൂവു നീ സുഗന്ധ പുണ്യമേ. നിന്റെ മനസ്സിലെ ആനന്ദം ചഞ്ചലമാടും മഞ്ചീരം, മഞ്ചിതമാകും എന്റെ മനസ്സുരം. കൊഞ്ചില് കേട്ടു കൊതിയോടെ നെഞ്ചു തുടിച്ചു മൃദുവോടെ, പഞ്ചമിരാവിലുദിച്ചൊരു ശശി പോലെ. നീ ഇത് കണ്ടോ സാവിത്രി? വിവാഹ കൊല്ലത്തിൽ കാണാൻ എന്തൊരു സുന്ദരിയാ. നിനക്ക് എന്റെ കണ്ണ് തന്നെ വെട്ടും. ചേച്ചിയുടെ കല്യാണത്തിന് നീ എന്തിനടി ഒരുങ്ങുന്നേ? വിട്ടേക്കമ്മേ, ഈ കല്യാണം കഴിഞ്ഞാ ഇനി അടുത്തത് എന്റെ കല്യാണം തന്നെയല്ലേ. ഞാനിത് വെറുതെ ഒന്ന് ഇട്ടു നോക്കിയതാ. അഹങ്കാരി, നിന്റെ അഹങ്കാരം നിർത്തിയിട്ട് ഇതൊക്കെ ഊര്. പൂജയ്ക്ക് സമയമായിക്കൊണ്ടിരിക്കുക. എന്താ ഇത്? ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തിനാ ബാഗിലൊക്കെ തുണി വെക്കുന്ന? ഓഹോ, ഹണിമൂണിനാണോ? പോട്ടെന്നെ, ഈ സമയത്ത് ടെൻഷനൊക്കെ സാധാരണ. ഇത് പിടിച്ചോ. കല്യാണ ചെറുക്കനെ നീ കണ്ടായിരുന്നോ? നീയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്, അപ്പൊ ഞാൻ നോക്കിയാ ശരിയാവില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നീ ആ ചെറുക്കനെ ശരിക്കും കണ്ടോന്നാ. എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല, എന്തായാലും കല്യാണല്ലേ. നിന്നോട് ഈ കാര്യം പറഞ്ഞതിന് ആദ്യം എന്നെ വേണം തല്ലാൻ. ഞാൻ പോകുവാ. ഏയ്, നീ ശരിക്കും പോവാണോ? അതെ. സത്യായിട്ടും? ആ, അതിന് നിനക്കെന്താ? അല്ല, നീ ഒളിച്ചോടി പോയാൽ പിന്നെ അവർക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അതിന്? അപ്പോ എന്നെയായിരിക്കും കല്യാണം കഴിപ്പിക്കുക. എന്താ, നീ അവനെയാണോ കല്യാണം കഴിക്കാൻ പോന്നേ? ആരെയാലും കുഴപ്പമില്ല, എനിക്ക് കല്യാണം കഴിച്ചാൽ മതി. നിന്റെ ഒരു കാര്യം. ഏയ്, ആ വഴിക്ക് പോലെ, അവിടെ ചെറിയച്ചനുണ്ട്, ഈ വഴിക്ക് പോ.
ഞാൻ ഈ പ്രാവശ്യം തോക്കുന്ന തോന്നണേ. സാരില്ല ഇത് കളിയല്ലേ, കാര്യാക്കണ്ടെന്നേ. എന്തു പറ്റി ഏട്ടത്തി? നിന്റെ ചേട്ടൻ എന്താ ചെയ്യുന്നുണ്ടോ? മകളുടെ കല്യാണം വെച്ചോണ്ട് കൂടെ ഇരുന്ന് ചീട്ട് കളിക്കുന്നുണ്ടോ? അത് ചിലപ്പോ വെറുതെ കളിക്കുന്നതാവും. ഏട്ടത്തി പേടിക്കണ്ട, ഞാൻ നോക്കിയോളാം. ഏട്ടത്തി, ഗൗരി പൂജയുടെ സമയമായി. മോള് റെഡിയല്ലേ? അറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ. ചെന്നാട്ടെ. ഷോ ഞാൻ തോറ്റു. ഇവള് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞു. ഒന്നുമില്ലല്ലോ, ഇവൾക്കുള്ള സാമാന്യ ബുദ്ധി പോലും നിനക്കില്ലാതായല്ലോ. നല്ല ഭാരമുണ്ടല്ലോ കൊച്ചമ്മേ. മിണ്ടാതിരുന്നേ, നീ കണ്ണു വെക്കാതിരിക്കെ. ചേച്ചി എവിടെ? എന്തുമാത്രം പണം ബാക്കി കിടപ്പുണ്ട്. ചേച്ചി എങ്ങോട്ട് ഓടിപ്പോയല്ലോ. എന്ത് വിഡിത്തോടി നീ പറയുന്നേ? എന്താ ഇത്? പൂജയ്ക്കുള്ള സമയമായി. എന്താ വൈകുന്നേ? പെട്ടെന്ന് ഇറങ്ങ്. വൈകിന്ന് വെച്ച് ഇനി എന്തു കുഴപ്പം വരാനാ? നമ്മളെയൊക്കെ നാണം കെടുത്തി ഇവിടെ നിർത്തി ഓടിപ്പോയില്ലേ? എല്ലാം നമ്മുടെ പ്ലാൻ ആയിരുന്നു. അവളുടെ അച്ഛൻ ഇതറിഞ്ഞ ഇനി എന്തൊക്കെ ആവോ നടക്കുക? ഒന്നും സംഭവിച്ചില്ല ഏട്ടത്തി. നീ എന്തായി പറയുന്നേ? ഇതറിഞ്ഞ് ഇവളെ കെട്ടാൻ ആരാ വരിക? എനിക്കെന്താ കുഴപ്പം? ചേച്ചി ഓടിപ്പോയെന്ന് അറിഞ്ഞാ നിന്നെ ആരാടി കല്യാണം കഴിക്കാൻ വരിക? അപ്പൊ അവൾ ഒളിച്ചു പോയ എന്റെ വിവാഹം നടക്കില്ല. ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ചെറിയച്ച, അവൾ എവിടെയാ പോയതെന്ന് എനിക്കറിയാം. ഇളയച്ച, പ്ലീസ് ഇളയച്ച, എനിക്ക് കല്യാണം ഇഷ്ടമല്ല. ഇത്ര വരെ എത്തിയിട്ട് ഈ വിവാഹം നിന്നുപോയാൽ എത്ര ബുദ്ധിമുട്ടിയാലും ഞാനത് നടത്തും. ഏട്ടൻ അറിയുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് എന്നോടൊപ്പം വരാൻ നോക്ക്. ഇളയച്ച പ്ലീസ്, ഇളയച്ച, ഇളയച്ച പ്ലീസ്, പ്ലീസ്. വേണ്ട ഇളയച്ച. ഇവളുടെ വിവാഹം കഴിക്കും. ഇനി എന്റെ ലൈൻ ക്ലിയർ ആയി. നിനക്ക് ലതികയുടെ കാര്യം സുന്ദരനായി. നല്ല അഭിനയമാ. എന്നാ സത്യസന്ധതയോ അടുത്തോട് പോയിട്ടില്ല. അല്ല, ഞാൻ വേറെ റിംഗ് ടോൺ മാറ്റി വെക്കട്ടെ. ഇനി നീ ഇടേണ്ടത് റിംഗ് ടോൺ അല്ല, സാവിത്രി ലൈൻ അടിക്കേ. അതിലവള് വീഴോ? അമ്മായിയപ്പനെ വളച്ചാ മതിയടാ. ഇവള് താനെ വീണോളൂ. ഏയ്, പറയുന്ന അനുസരിക്കടാ. അവനാദ്യം കൈക്കുള്ളിലാക്ക്. ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കും. നീ ഇവിടെ ഇരിക്കണ്ട, എന്റെ ചേട്ടാ, അപ്പുറത്തോട്ട് ചെല്ലട വേഗം ചെറുക്കാം. ആട്ടെ, വേഗം. എന്താ വേണ്ടത്? ഏട്ടാ, നമുക്ക് സാവിത്രിക്കും ഒരു നല്ല ചെറുക്കനെ നോക്കിയാലോ? മൂത്തോളുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 3-4 വർഷം കഴിയട്ടെ, ധൃതി വേണ്ടെന്നേ. ഒന്ന് പറയണ്ടോ? നിക്ക്, വിട്ടേക്കടാ. 30-40 വർഷം കഴിയുമ്പോ നീ അങ്ങ് ഷഷ്ടിപൂർത്തി ചെയ്താ മതി. നല്ലൊരു ചെറുക്കനെ നോക്കാതെ വല്ലവരുടെ കയ്യിലും പിടിച്ച് ഏൽപ്പിക്കാൻ പറ്റുമോ? അമ്മ പറയൂ. ഇനി എന്തോന്ന് പറയാൻ? അല്ല, നിങ്ങളുടെ കൂട്ടുകാരന്റെ മോനും ബന്ധം നോക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ചേട്ടാ, അത് നല്ല ബന്ധമാണെന്നാ തോന്നുന്നത്. നമുക്കൊന്ന് സംസാരിച്ചാലോ? ഇപ്പൊ ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഭയങ്കര സംസാരമാണല്ലോ. അതായത് നമ്മുടെ സാവിത്രിയുടെ വിവാഹത്തെ കുറിച്ച്. ആണോ? അപ്പൊ അനിയനെ കുറിച്ച് പറയാന്ന് പറ. അതെ, നമ്മുടെ കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട്. കൃഷ്ണൻ ആരാ? വലിയ ആളല്ലേ? ആളും എടുക്കുന്നല്ലേ? നിങ്ങൾ സാധാരണ ആളൊന്നുമല്ല. നമ്മുടെ ബന്ധം എവിടെ നടന്ന് പെട്ടെന്നല്ലേ കണ്ടുപിടിച്ചത്? ഏത് ബന്ധം? ആരെ കുറിച്ചാ പറയുന്നത്? അതെങ്ങനെ എനിക്കറിയാം? എന്തിനാ ചേട്ടാ ഇത്രയും ആലോചിക്കുന്നേ? സമയം ഇപ്പൊ മോശമാ. ആരെന്താ എപ്പോഴാ ചെയ്യുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അത് നല്ല ബന്ധമായിരിക്കും. ചേട്ടനൊന്ന് ശ്രമിച്ചു നോക്ക്. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് ആ ബന്ധം തന്നെ നോക്കാം. പക്ഷെ അതിന് ടോപ്പ് ഇറങ്ങി പാട്ട് കേൾക്കാൻ പറ്റില്ല. കരളിൽ കണ്ണരിയും
കല്യാണക്കാരി ഉറപ്പിച്ച മുത്തശ്ശിക്ക് അമ്പലത്തിൽ നേർച്ചയുണ്ട്. അതുകൊണ്ട് വേഗം പോയി തുണികളൊക്കെ എടുത്ത് വെക്ക്. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഞാൻ കല്യാണം കഴിക്കാൻ പോവാണേ. മുത്തശ്ശി പറഞ്ഞല്ലോ നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോവാന്ന്. നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നെന്ന്. നിന്റെ നാട് മാറും, കാറ്റും മാറും. നിന്നെ മാറ്റാൻ ഒരാള് വരും. അന്നേരം കല്യാണം നീ വിചാരിക്കുന്ന പോലല്ല, മുത്തശ്ശി വിചാരിക്കുന്ന പോലും അല്ല. അവൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കും. ഓൾ ദ ബെസ്റ്റ്. നീ അത് കേട്ടോ? എന്താ പറഞ്ഞെന്ന്? ചേച്ചി ചേച്ചി എന്താ ഇത്? ഇന്നലത്തെ സംഭവം അമ്മയോട് പറഞ്ഞാ ഞാൻ നിന്നെ കൊല്ലും. നീ കാണിച്ച വേലത്തരങ്ങൾ അറിഞ്ഞ നിന്റെ അമ്മ നിന്നെ കൊല്ലും. എന്താ ഫ്രസ്ട്രേഷൻ ആണോ? അല്ല അവേർഷൻ. എടാ, ഇന്നലത്തെ പാർട്ടിക്ക് നീ എന്തിനാ ഇവിടെ വിളിച്ചോണ്ട് പോയത്? ചീത്തയൊക്കെ നോക്കുവാണോ? അതെ, നിന്റെ മോന്റെ അടുത്തുനിന്ന് ഒരു 10 ദിവസം മാറി നിൽക്കാനായിട്ട് ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അത് പറയാനേ ഞാൻ വന്നേ. പിന്നെ നിനക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അബദ്ധത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ. എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾക്കും എനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് പോ. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല ഉപകാരം പറഞ്ഞു. താങ്ക് യു. എന്നാ പിടിച്ചോ, എറിഞ്ഞ് കളിക്ക്. ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കണം. എല്ലാം ശ്രദ്ധിച്ചോളാം കേട്ടോ. ശരി. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ് സർ. എടാ, മൈക്ക് നല്ലതാണല്ലോ അല്ലേ? അതെ സർ. വെൽക്കം ടു ഫ്രണ്ട്ലി ട്രാവൽസ്. വൈസാഖിൽ നിന്ന് ഷിരടി പോകാനുള്ള ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. 2 ദിവസത്തെ യാത്രയായതുകൊണ്ട് ഭക്തിഗാനങ്ങൾ പാടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഗംഗ മ്യൂസിക്കൽസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഇവിടെ പാടാനുള്ള പെർമിഷൻ ഇല്ല. ട്രെയിനിനകത്ത് പാടിയാൽ മതി. പിന്നെ ഫ്രണ്ട്ലി ട്രാവൽസ് 2002 സ്ഥാപിച്ചത്. പിന്നെ ചെറിയൊരു രീതിയിൽ തുടങ്ങിയ എന്റെ ജീവിതം ഇവിടെ ഇപ്പോ. അതെ, ഇതൊക്കെ എന്തിനാ പറയുന്നത്? വണ്ടി പോറായി, അകത്ത് കയറിയിരിക്കെ. ഇതെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ട. എങ്കിൽ സാറ് പറഞ്ഞ പോലെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചിത്രത്തിൽ കാണുന്ന മനുഷ്യൻ ഈ മാനേജ്മെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. പിന്നെ യാത്രക്കാരായ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഇവരിൽ നിന്നൊന്നും മാറി നിൽക്കുക. എന്ന് നിങ്ങളുടെ സ്വന്തം ഫ്രണ്ട്ലി ട്രാവൽസ്. അയാൾ ഈ വണ്ടി കയറാൻ പോവാണോ? അയാൾ വണ്ടി കയറിയാലും നിങ്ങളുടെ ദേഹത്ത് കയറിയാലും അയാൾ വരുമ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഇവിടെ. ഇയാൾക്ക് വേറെ പണിയില്ല. വന്നേ നമുക്ക് അത് ലഞ്ചും കൊടുക്കണ്ട കേട്ടോ. എല്ലാരും മിണ്ടാണ്ട് വണ്ടി കയറാൻ നോക്ക്. നീ പോടേ. അല്ല, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്ന? ഇവനെ അങ്ങ് വിട്ടാ പോരെ? 10 രൂപ കൊടുത്ത സിഗരറ്റ് വലി ഞാൻ വെറുതെ വിടൂല. അവനത് ഇത്ര ഉള്ളപ്പം മുതൽ ഞാൻ കാണുന്നുണ്ട്. അവനെ അങ്ങനെ വിടാൻ പറ്റുമോ? തുടങ്ങി ഇയാളുടെ സെന്റിമെന്റ്. ഇങ്ങനെയാണോ തുറക്കുന്നത്? മേലോട്ട് പോക്കടാ. 56, 57. ആദ്യം നോക്കിയേ, നിങ്ങൾക്ക് ലോവർ ബർത്ത് ആണ്. പിന്നെ നിങ്ങൾക്ക് അപ്പർ ബർത്ത് ആണ്. അപ്പൊ ലേഡീസോ നിങ്ങളുടെ സാറിന്റെ സൈഡിലുണ്ടോ? ഇടയ്ക്കോട്ട് കയറി അങ്ങ് നിന്നോളൂ. ഇടക്കേറി നിന്നോ? ഓ, താനേ നിർത്തുന്നുണ്ടോ? എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. നീ അങ്ങോട്ട് വെച്ച്. ഇതെല്ലാം കൂടി ഞാൻ എവിടെ കൊണ്ട് വെക്കാനാ? ഇവിടെ വെച്ചാ പോരാടാ. എടാ, സാവിത്രി ഇവിടെ പോയി. മോളെ, സാവിത്രി മോളെ, വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. സാവിത്രി മോളെ, ഓടി വാ മോളെ. സോറി. എവിടെ പോയി എന്റെ സാറേ? എന്റെ ചാറേ നല്ല അശോകൻ എന്നാണ് എന്റെ പേര്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അശോകൻ എന്ത് കൊന്തോ ആട്ടെ. S4 കയറിയിട്ട് S വരുന്നതിന് മുമ്പേ കാണാതെ പോയി. എന്ത് പറ്റി? S വരുന്നതിന് മുമ്പേ കാണാതെ പോയത്. എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാ എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓടിയപ്പോൾ വീണത് ഞാനാ. എങ്ങോട്ടാ പോകുന്നത്? S2ഉം S4ഉം ഇടയ്ക്ക് വെച്ച് പിരിയാൻ പോകുന്നില്ല. ഈ ട്രെയിൻ മുഴുവനും ഒരേ സ്ഥലത്തേക്കാ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് എവിടെയാ വീട്? ഓ, സാരമില്ല. പേരെന്താ? പിടിച്ചകത്തേക്ക് കയറ്റിയതല്ലേ? താങ്ക്സ് ഒന്നും പറയുന്നില്ലേ? അതൊന്നും സാരില്ല.
വഴിയുണ്ടാക്കാൻ നോക്കുന്നേ. ശക്തി മോളെത്തി. തലവേദന കൂടെ ഉണ്ട്. അമ്മാവ നിങ്ങളും ഈ ട്രെയിനിലാണ്. അഭിനയം കണ്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട്. എനിക്ക് നീ വന്നില്ലേ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അയ്യോ, അപ്പൊ നമുക്ക് പോയാലോ? എങ്കിൽ ഇവിടുന്ന് പോവാം. നിന്റെ തോന്നിയ ദിവസം തുടങ്ങിയോടാ? എങ്ങോട്ടാ പോയത്? ടിവിയില് വിവാഹത്തിന്റെ പാട്ടുണ്ടായിരുന്നു. അവര് നിന്റെ പുറകെ ഉണ്ടായിരുന്നോ? ഈ പെൺകൊച്ചു കൊള്ളാല്ലേ? അവരറിഞ്ഞ നല്ല താങ്ങ് വെച്ച് തരും. അവൻ നിന്നെ പറ്റിക്കാൻ നോക്കുക. നീ അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ഞാൻ ഓൾറെഡി വീണു. രണ്ടിന്റെയും ഒന്ന കണ്ടില്ലേ? ചേച്ചി പറഞ്ഞ ആ ചെറുക്കൻ ഇനി ഇയാളായിരിക്കോ? ഞാൻ ശരിക്കും ഒന്ന് മനസ്സ് വെച്ചാ വീഴില്ലെന്നാണോ പറയുന്നത്? മനസ്സ് വെച്ചാലല്ല, ഒന്ന് തള്ളിയിട്ടാ മതി. ഇതുപോലത്തെ ആമ്പിളേരൊക്കെ എപ്പോഴും കള്ളും കഞ്ചാവായിരിക്കും. ഇവന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത്. മഹാ കള്ളന്മാരാ. വായി നോക്കിയിടും. നമുക്ക് ടെസ്റ്റ് ചെയ്താലോ? താഴെ ഇരിക്കുന്ന മുത്തശ്ശിയുടെ ഭാരമുള്ള പെട്ടി എടുത്ത് മുകളിൽ വെക്കേ. എന്നിട്ട് നോക്കോ, നായെ പോലെ ഇങ്ങോട്ട് ഓടി വരും. ശ്രദ്ധിക്കണം അവിടെ. പക്ഷെ വേദന ഇവിടെ, എന്റെ കഴുത്ത് വേദന എടുക്കണം. അവനിങ്ങോട്ട് വരുന്നോ നോക്ക്. പോത്തുപോലെ വളർന്നില്ലേ പെൺകൊച്ചു? ബുദ്ധിമുട്ടുന്നത് നീ കണ്ടില്ലേ? നീ ഒന്ന് കൊടുത്തത് നന്നായി. മൂക്കറ്റം വെട്ടി വെടികെട്ട് വെറുതെ ഇരിക്കാൻ ഇവനെ കൊണ്ട് പറ്റും. അപ്പൊ മുത്തശ്ശി ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു. അതെ, അയാളുമായി ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അയാളോടാണല്ലോ ഇരിക്കുന്നേ. അയാൾ എന്നെ നല്ലോണം തല്ലിയും ചെയ്തു. സിഗരറ്റ് വലിച്ച ചാവെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് സിഗരറ്റിനെ ബാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. വെറും ഒരു പരസ്യം മാത്രമേ തരുള്ളൂ, അല്ലാണ്ട് ബാൻ ചെയ്ത് നീ കണ്ടിട്ടുണ്ടോ? അതെ സാറേ, കേട്ടോ ഇയാള് ട്രെയിനിൽ സിഗരറ്റ് കഴിക്കാൻ. അവനെ ശരിക്കും അറിഞ്ഞൂടാത്തോണ്ടാ ഇപ്പൊ നടിച്ചിട്ട് 1 മാസമായി. ശംഭോ മഹാദേവ. രംഗൻ ഗംഗ മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ ഒരു സംഗീത വിരുന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. മനോഹരമായി സംഗീത വിരുന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഫ്രണ്ട്ലി ട്രാവൽസിന്റെ ഉടമസ്ഥനായ അദ്ദേഹം മനോഹരമായ ഞങ്ങളുടെ സംഗീത വിരുന്ന് കൊണ്ട് അനുമോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതെടുത്തു അകത്ത് വെക്കേ. ഇപ്പൊ നീ കണ്ടോ നമ്മുടെ ആൾക്കാർ എങ്ങനെ തകർക്കാൻ പോണെന്ന്? രാം തേരി ഗംഗാമൈലി എന്നുള്ള ഹിന്ദി പടത്തിൽ മന്ദാകിനി എന്ന് പേരുള്ള ഭക്ത ബാബയ്ക്ക് വേണ്ടി ഭക്തിസാന്ദ്രമായ ഒരു പാട്ട്. സുൻ ബാബ സുൻ. ആ വാക്കുകളുടെ അർത്ഥം എന്താ മോളിലിരിക്കുന്ന ആള് പറഞ്ഞു തരും. പറയണ. ജയ് സായിറാം. ധർമ്മപ്രഭു. സുൻ സായിബാ സുൻ എന്ന് വെച്ചാ കേക്കു സായിബാബ കേക്കു. പ്യാർ കേ ദുൻ എന്ന് വെച്ചാ നിങ്ങളുടെ ദിവ്യ ദർശനത്തിനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നു. അത്ഭുതം, മഹാത്ഭുതം. मैंने तुझे चुन लिए, तू भी मुझे चुन चुन चुन. അതായത് ഈ എന്റെ ബാബാ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന്. അതാണ് ഇതിന്റെ അർത്ഥം. ഈ പാട്ടിന്റെ സർവസ്വവും അത് തന്നെയല്ലേ? പമ്പര വിഡി. നിങ്ങൾ തുടങ്ങിക്കോ. എടാ, ഭക്തി പാട്ട് മാറി എന്താണ് ഹിന്ദി പാട്ട് പറഞ്ഞേ? നീ ഒന്ന് ചെന്ന് ചോദിച്ചടാ. ഓടി വരണ പിടിച്ച് പുറത്താക്കടേ. അവിടെ ഇരിക്കണം. അങ്ങോട്ട് നോക്കടാ, ഇവിടെ എന്താ നിനക്ക് പണി? ഇത്രയും ഭംഗി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നിങ്ങൾ വളരെ സുന്ദരിയാണ്. അറിയാം, നല്ല പോലെ അറിയാം. പേന ഉണ്ടോ? എന്തിന്? തൽക്കാലം ഞാനൊരു ടിക്കറ്റ് തരാം. ഇനി എന്റെ പുറകെ നടന്നാ ഞാനൊരു കുത്തു വെച്ച് തരും. മുഖവും ദേഷ്യവും രണ്ടും കൊള്ളാം. ഒന്ന് പോന്നുണ്ടോ? നിനക്ക് എന്ത് പറ്റി മോളെ?
ഞാനൊന്ന് തുമ്മിയതാ. ഇന്ന് തുമ്മിയ നാളെ പനി വരും. നാളെ എന്തെങ്കിലും പനി പിടിച്ചാ മുത്തശ്ശി മരിച്ചാ നിന്റെ കാര്യം പിന്നെ എന്റെ തലയിലാവും. 3 പേരായിട്ട് വന്നിട്ട് 2 പേരായിട്ട് പോകരുത്. ഓവർ ആക്ടിങ് നിർത്ത്. നിനക്കൊന്നും അറിയില്ല. എന്റെ സാറേ അതെ സാറേ, ഈ ട്രെയിനിൽ ഭജന പാടുന്നത് മാത്രമേ ഉള്ളൂ അതോ ഡോക്ടർമാരും ഉണ്ടോ? ഓ, നിങ്ങൾക്ക് വേണ്ടി മാത്രം മൃഗ ഡോക്ടറെ ഞാൻ എവിടെ പോയി തപ്പാനാ? അതെ, ഡോക്ടറിനെ വേണ്ടത് എനിക്കല്ല, മോൾക്കാണ്. ഓ, മോൾക്കാണോ? എല്ലാം ചികിത്സിക്കുന്ന ഡോക്ടർ ഒരാൾ ഇവിടെ ഉണ്ട്. താൻ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താ മതി. തന്നെയൊക്കെ എന്തിനു കൊള്ളാം. ഡോക്ടറെ ഡോക്ടറോ? അതെ, ഡോക്ടറാണ്. കാര്യം എന്താന്ന് പറഞ്ഞു. മോക്ക് നല്ല ജലദോഷമുണ്ട്, എനിക്ക് നല്ല പേടിയും. എന്തെങ്കിലും ഒന്ന് ചെയ്യ ഡോക്ടറെ. നിങ്ങളെയോ അതോ മോളെയോ? മോളെ ഉദ്ദേശിച്ചത്. അല്ല, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങളൊരു ഡോക്ടറാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ ഞാൻ കാണിച്ചു തരാം. മോളെ, ഡോക്ടർ വന്നു. ശരി. ഇയാളാണോ ഡോക്ടർ? ഇതുപോലത്തെ ആമ്പിളേരൊക്കെ എപ്പോഴും കള്ളും കഞ്ചാവായിരിക്കും. ഇവന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത്. മഹാ കള്ളന്മാരാ. വായി നോക്കിയത്. എന്താ പേര്? പറയരുത്. ഒന്ന് പറയടി, നിന്റെ പേരെന്താന്നല്ലേ ചോദിക്കുന്നേ? സാവിത്രി. സാവിത്രി എന്നാ? ഏതാ നാട്? അതെ, നാടിനും രോഗത്തിനും എന്താ ബന്ധം? എന്റെ നാട്ടിൽ കോളറ, അയലത്തെ നാട്ടിൽ ഡെങ്കു. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയാം. ലോജിക്കാ. പുറകെ വന്ന അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ തൊട്ടാ തെറ്റില്ലല്ലോ അല്ലേ? തെണ്ടി. ഒന്ന് ശ്വാസം എടുത്ത്. ശ്വാസം വിട്ടോളൂ. ശ്വാസം എടുക്ക്. ശ്വാസം വിട്. ശ്വാസം എടുക്ക്. ശ്വാസം വിട്. അതെ സാറേ, ഇത് കണ്ടിട്ട് ട്രീറ്റ്മെന്റ് പോലെയില്ല, യോഗ ചെയ്യുന്ന പോലെ ഉണ്ട്. മിണ്ടാതിരിക്കട വീട്ടി, നിനക്ക് എന്തറിയാം? കുഴപ്പമൊന്നുമില്ല, സ്ഥലം മാറിയതല്ലേ, വെള്ളവും മാറി. ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി, എല്ലാം ശരിയാവും. പിന്നല്ല. ഡോക്ടർ മോനെ, ഈ ഇടയായിട്ട് എനിക്ക് വിശക്കാറേ ഇല്ല. എന്തായിരിക്കും കാരണം? ഇപ്പോഴല്ലേ 1 കിലോ പഴം കഴിച്ചത്, എന്നിട്ടാണോ വിശപ്പില്ല എന്ന് പറയുന്നത്? മിണ്ടല്ലടാ. ട്രെയിൻ നമ്പർ 18053. മുത്തശ്ശി എന്തേ? അവർക്ക് ഞാൻ ഉറക്കഗുളിക കൊടുത്ത് മേളിൽ കിടത്തിയിട്ടുണ്ട്. കാലെടുക്ക്. താങ്ക് യു സർ. ബേബി കേറിയപ്പോ ഒരു AC കോച്ച് കേറണ്ടായിരുന്നു. അവള് പറഞ്ഞത് കേട്ടില്ലേ? അവള് വലിയ കോടീശ്വരിയാ. ദൈവത്തിന്റെ ഒരു വികൃതികളെ. ഇത് കാഞ്ചീപുരാണോ? അല്ല, ധർമാവരം. ഇന്നായിരുന്നു നിങ്ങളുടെ കല്യാണം? അത് നടന്നേനെ, പക്ഷെ ബേബി അവിടുന്ന് കൊണ്ടുവന്നു. എന്താ, നിങ്ങൾ തട്ടിക്കൊണ്ടുവന്നതാണോ? അതെ, തട്ടുന്നത് കള്ളന്മാരാ. ഞങ്ങൾ രണ്ടും ഒളിച്ചോടി വന്നതാ. അപ്പൊ ഒളിച്ചോടിയ കള്ളന്മാരം? അതെ, ഇയാളൊക്കെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പോത്തുപോലെ വെട്ടി വിഴുങ്ങും, പക്ഷെ ബുദ്ധിയൊന്നുമില്ല. സാവിത്രി മോളെ കംപ്ലൈന്റ് ചെയ്യുന്നോടാ. നീ മിണ്ടേണ്ട ശക്തി. ആരെങ്കിലും ഓടിപ്പോയാ നമുക്കെന്താ? അളിയാ, ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ തരുമോ? വാ. ചക്കര, ഇവരുടെ അടുത്തൊന്നും മാറിയിരിക്കണേ, ഇപ്പൊ വരാം. ഓക്കെ ബേബി. ഇയാളാണോ പ്രേമിച്ചത്? ഒളിച്ചോടി വന്ന് ഇത്രയും ചീപ്പാവുമെന്ന് വിചാരിച്ചില്ല. മോശമായി. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ആ കുട്ടിക്ക് ധൈര്യമുണ്ട്, പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് ഓർക്കുന്നത് എന്തിനാ? അയ്യോ, അതൊക്കെ ആലോചിക്കണം. നിങ്ങൾ ഒരാൾ മാത്രമാണോ അതോ ചേച്ചിയോ അനിയത്തിയുണ്ടോ? ഒരു അനിയത്തിയുണ്ട്. അവളാ എന്നെ സപ്പോർട്ട് ചെയ്തത്. കൂടെ നിന്നാ പറഞ്ഞയച്ചേ, അറിയാവോ? അയ്യോ, എന്താ ഞാൻ കേൾക്കുന്നത്? ഈ അനിയത്തിമാരെല്ലാം ഇങ്ങനെ തന്നെയാ. നിങ്ങൾ ഒളിച്ചോടിയാ നാളെ അവളുടെ കല്യാണം എങ്ങനെ നടക്കും? നടക്കില്ലെന്ന് വിചാരിച്ചാൽ ഒന്നും തന്നെ നടക്കില്ല. നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും ദൂരം ആ കുട്ടി വന്നില്ലേ, ഇനി ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ എത്ര ദൂരം വേണേ പോവാം. പോകണമെന്നല്ല, പോയേ പറ്റൂ. നിങ്ങളുടെ വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞാ മതി. ആരാ വിളിക്കുന്ന? എന്റെ അച്ഛൻ. എന്നാ എടുക്ക. ഫോൺ എടുത്താ എന്നെ കൊല്ലും. എന്നെയാണ് അവരെല്ലാരും അന്വേഷിക്കുന്നത്. എനിക്ക് നല്ല പേടി തോന്നുന്നു. വാഷ്റൂം എവിടാന്നറിയാവോ? അവിടെ എവിടെ? ഹലോ, നിങ്ങളുടെ മകള് ഷിർഡി പോകുന്ന ട്രെയിനിൽ S2 കോച്ചിലുണ്ട്. രാത്രി അടുത്ത സ്റ്റേഷനിൽ നിർത്തും. നിങ്ങളെ ആൾക്കാരെ അയക്കുക. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായി ട്രെയിൻ നമ്പർ 18053 ഷിരിഡിയിൽ
ഷിരഡിയിലേക്ക് പോകുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ട്രെയിൻ പോകുന്നതായിരിക്കും. ഇവിടെയുണ്ട്. വാ വാ വേഗം വാ. വേഗം പോ. വെരി താങ്ക്സ്. എല്ലാരും ഉണർത്തി നോക്കടാ. ഇവരെന്താ തപ്പുന്ന്? ഇവിടെ ഇനി ഇവര് വല്ല കള്ളന്മാരാണോ? മറ്റുള്ളവരൊക്കെ എന്തേ? ഇവിടെ ഒന്നും കാണുന്നില്ല. എന്താ ഓടിപ്പോന്നു? ഇങ്ങോട്ട് വാടാ. വേഗം വാ വേഗം വാ. എവിടെയാടാ നീ ഓടുന്നേ? നീ അത്രയ്ക്ക് വലിയ ആളൊന്നും അല്ല. അളിയോ എന്താ അവിടെ തന്നെ നിൽക്കുന്ന? ഇങ്ങോട്ട് വാ. വേഗം ഓട്. ഇവിടെ നോക്ക്, ഇങ്ങോട്ട് വാ. എന്റെ പൊന്നളിയാ കൊള്ളാലോ. ഷിരഡിയിലേക്ക് പോകുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നും പുറപ്പെടുകയാണ്. നിങ്ങൾ എന്താ എന്നെ നോക്കുന്നത്? വേഗം പോയി അവരെന്ന് പിടിക്കാൻ നോക്ക്. എന്റെ ദൈവമേ, അങ്ങനെ ഒരു പണി കഴിഞ്ഞു. അയ്യോ, ട്രെയിൻ പോയല്ലോ. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവരൊക്കെ എന്തിനാ എന്നെ എങ്ങനെ നോക്കുന്നത്? ഒരു ചരക്കിനെ കണ്ടോ? അടിപൊളിയാണല്ലോ. സായിബാബ, സായിബാബ, മുത്തശ്ശി, ശക്തി. ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കാതെ വണ്ടി കയറാൻ നോക്ക്. അയ്യോ, എനിക്ക് വന്നാണോ? വേഗം വരൂ. ശരി, വിട്ടോ. ഇയാള് ഭക്തി കൊണ്ടല്ല പാടുന്നത്, ഇയാള് ഭക്തി കൊണ്ട് പക തീർക്കാൻ നോക്കുക. മോളെ ഒന്ന് എണീക്ക. മോളെ കാണുന്നില്ലല്ലോ. മുത്തശ്ശി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇഡ്ലി വട, ഇഡ്ലി വട, ദോശ ദോശ, ഇഡ്ലി ഇഡ്ലി ദോശ. അവിടെ പറ ദോശ. ഒന്ന് മാറണേ ചേട്ടാ. ഞങ്ങളുടെ മോളെ കണ്ടായിരുന്നു. മോളെ ഞാൻ കണ്ടില്ലല്ലോ. മാഡം, അയ്യോ സോറി. മോളെ എനിക്കെല്ലാം മനസ്സിലായി. ഇതിന്റെ പിന്നിൽ അവൻ തന്നെ ആയിരിക്കും. എന്റെ സാറേ, എന്റെ സാറേ, 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 മോളെ ഇവിടെ ഒന്നും കാണുന്നില്ല. നിങ്ങൾ തല പിടിച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും സംഭവിച്ചോ? ഞങ്ങളുടെ മോൾക്ക് എന്താ പറ്റിയത്? നിങ്ങളുടെ മരുമോനും കാണുന്നില്ല. പിന്നെ ഒളിച്ചോടി വന്ന ആ രണ്ടുപേരും കാണുന്നില്ല. എടാ സത്യ, വേഗം സാവിത്രി ഒന്ന് എണീപ്പിച്ചേ. മുത്തശ്ശി എണീച്ചട്ടാ. ഞാനിപ്പോ ചാകും. നീ ചാവില്ല, ഞാൻ നിന്നെ കൊന്നു വരും. മനസ്സിലായോ? എടാ സത്യ, എന്നോടാ പറഞ്ഞേ. മോളെ സാവിത്രി, നീ എങ്കിലും ഒന്ന് എണീക്കേ. അയ്യോ, മുത്തശ്ശി എണീച്ചു. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ സാറും കൂടെ വിളിക്കുമല്ലോ. എന്തെങ്കിലും ചെയ്യേ, എന്തെങ്കിലും ചെയ്യേ. ആദ്യം ഫോൺ ചെയ്യേ. ഫോൺ ചെയ്യേ, ഫോൺ ചെയ്യേ, ഫോൺ ചെയ്യേ. ഇട് സ്പീക്കറിടെ. ഒന്നും മിണ്ടാതിരിക്കടാ. ഇതിൽ ഹിന്ദിയാണല്ലോ പറയുന്നത്. ഇനി മോളെ ദുബായ് കൊണ്ടുപോയോ? കസ്റ്റമർ കെയർ ആടാ അത്. അതാരാ? വല്ല ഡൗൺ ആണോ? നെറ്റ്വർക്ക് ഇല്ലെന്നാടാ അവര് പറയണേ. നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ വേറെ വല്ല വർക്കിലായിരിക്കും. നീ ഒന്ന് അടങ്ങ്, ടെൻഷൻ അടിപ്പിക്കല്ലേ. അവൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും, അതുവരെ നീ വെയിറ്റ് ചെയ്തേ പറ്റൂ. എടാ സത്യ, നീ എവിടെ പോയി ചത്തു കിടക്ക? എന്റെ കണ്ണാടി താടാ, കണ്ണു കാണാതെ വിഷമിക്കുക. എല്ലാം മനസ്സിലായി. ആരെ വിടില്ല ഞാൻ, ആരെ വിടില്ല ഞാൻ. ഉറക്കത്തിലാണ് ആൾക്കാരെ കൊല്ലുന്നത്. അതെ, പാടാൻ വല്ല നല്ല പാട്ടും ഉണ്ടാവോ? എന്താ നിങ്ങൾ ചോദിച്ചത്? പാടാൻ വല്ല നല്ല പാട്ടും ഉണ്ടോന്ന്? ഉണ്ട്. മക്കളിങ്ങ വാ, ഇങ്ങോട്ട് നീങ്ങി നിന്ന്. എവിടെ പോയാ തുറഞ്ഞിരിക്കണ? ഇതേതാ സ്ഥലം എനിക്ക് അറിയില്ലല്ലോ. അയ്യോ, എന്റെ ഈശ്വര, ഇത് എന്റെ കാറ് തന്നെയാണോ? ഹലോ,
നിങ്ങളൊക്കെ ആരാ? എവിടേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കണേ? ഇതിനകത്ത് സ്ത്രീകളുണ്ടല്ലോ. ഫാമിലി ആയിട്ട് പ്ലാൻ ചെയ്തു വന്നതാ? അല്ല ഈ ഇരിക്കുന്ന മരക്കൊന്നൻ ഏതാ? ഒന്ന് പറഞ്ഞേ. സാറേ ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ? എന്ത് സംഭവിച്ചു എന്നറിയണ്ട. ഇനി നടക്കാൻ പോകുന്ന എന്താന്ന് പറയാം. പിന്നെ നിങ്ങൾക്കാർക്കും അതിന്റെ കണക്കൊന്നും നോക്കാൻ പറ്റില്ല. ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ സമഗ്ര സാരാംശം. ഇങ്ങനാണോടോ കണക്ക് പറയുന്നത്? സെക്കൻഡുകൾ, നിമിഷങ്ങൾ. ഓ ഓ ഓ 11 മണിക്കൂർ 45 മിനിറ്റും 656 കിലോമീറ്റർ. ഉറക്കമില്ലാത്ത 2 രാത്രികൾ. നിങ്ങളെയും അന്വേഷിച്ച് ഇറങ്ങിയതാണ് അളിയ. അളിയനോ? അതാരാ? മനസ്സിലായില്ലേ അളിയ? സ്വന്തം ഭാര്യയുടെ അനിയനെ അളിയ അളിയാന്ന് ഇത്രയും പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടേ ഉണ്ടാവില്ല. നീ ഒരു 100 പ്രാവശ്യം വിളിച്ചു. എന്താ നിന്റെ ലോജിക്ക്? അന്ന് ദ്വാപരയുഗത്തിൽ നിങ്ങളാണ് ഭഗവത്ഗീത ബോധ്യപ്പെടുത്തിയത്. കലികാലം ഇന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു അളിയ. സോ സാഡ്. മനസ്സിലായോ അളിയ? എനിക്കൊന്നും മനസ്സിലായില്ല അളിയ. നിങ്ങൾ കൃഷ്ണനാണ് അളിയ. എന്റെ അമ്മോ, ഞാൻ കൃഷ്ണനോ? ഞാൻ കൃഷ്ണനാണെങ്കി നീ അർജുനനാ? രക്ഷപ്പെട്ടു. ഇപ്പൊ മനസ്സിലായല്ലോ അളിയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാരേ. ഞാൻ കൃഷ്ണനും നീ അർജുനനും ആണെങ്കി ഇത് സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കുക? ഈ കാറിനകത്ത് പ്രതിമ കണ്ടോ? മയിൽപീലിയും പിന്നെ കൃഷ്ണനും ഉണ്ട്. ഏത് പാട്ടാ പാടുന്നത്? ഭഗവത്ഗീതയാണ്. ഈ കാറിൽ നിങ്ങൾ ആരാണ്? ഞാൻ ഡ്രൈവറാണല്ലോ. എന്ന് വെച്ചാൽ നിങ്ങൾ രഥസാരഥിയാണ് അളിയ. ആദ്യം നിങ്ങളൊക്കെ എന്നെ പറ്റിക്കാണെന്ന് വിചാരിച്ചത്. എന്നാലിപ്പോ ഞാനാണ് കൃഷ്ണൻ എന്ന തോന്നൽ വന്നു തുടങ്ങിയിരിക്കുന്നു. ഞാൻ കൃഷ്ണൻ ഓക്കെ, നീ അർജുനൻ ഓക്കെ. ഈ പെൺകുട്ടികൾ ആരാ? ഈ ചളങ്ങിയ മോന്തക്കാരനാരാ? അത് സുഭദ്ര. എന്റെ അനിയത്തി. ഇത് ശശിരേഖ. എന്റെ മോളെ പോലെ തന്നെ. ഇതാണ് അഭിമന്യു. നമസ്കാരം സാർ. ഈ മോന്തക്കാരനാണ് അഭിമന്യു. ബേബി, ഹു ഈസ് ശശിരേഖ? ചക്കരെ നീ ഒന്നും മിണ്ടാതിരിക്കേ. ഞാൻ പാണ്ഡവരുടെ പക്ഷത്തുള്ള ആളാ. അർജുന, നമ്മൾ ആദ്യം ചെയ്യേണ്ട കടമ എന്താ? അത് നിങ്ങൾ അറിയാതിരിക്കൂ. ശശിരേഖ പരിണയമാണ്. ഇനി താമസിക്കണ്ട, പോകാം. വരൂ പോകാം. അതെന്റെ സീറ്റാ. അത് കൃഷ്ണന്റെ ആണ്. ഇയാളിപ്പോ തന്നെ ക്യാരക്ടറായിട്ട് മാറിയല്ലോ. ബേബി, കൃഷ്ണ എന്ന് പറയുന്നത് that flute guy, no? Yeah, flute guy. Yes, that man from Vrindavanam. It's me, Krishna. Wow, I'm so excited. Can I take a selfie with you, sir? ബേബി, sorry. നീ എന്നെ പേടിപ്പിച്ചല്ലോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനൊരു രഥസാരഥിയാണ്. അർജുന, സത്യമായിട്ടും ഞാൻ കൃഷ്ണനാണോ? നിങ്ങൾക്ക് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? ഗീത പറഞ്ഞത് ഞാൻ തന്നെയല്ലേ? പിന്നെന്താ ഭഗവത്ഗീത മുഴുവൻ എനിക്ക് ഓർമ്മ വരാത്തത്? നിങ്ങൾ കൃഷ്ണനാണെന്ന് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വന്നില്ലേ? ഇനി പതുക്കെ ഗീതയും നിങ്ങൾക്ക് ഓർമ്മ വരും. ആ പറഞ്ഞത് ശരിയാ. ഐ ആം കൃഷ്ണ. നമ്മുടെ ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നു? അതാരാ? അയാള് തന്നെ, ആ ചീട്ട് കളിക്കാറില്ലേ? അയാള്, ആ ധർമ്മരാജൻ. ഈയിടെയായിട്ട് അദ്ദേഹം ടച്ചിലില്ല. എന്താടാ ഇത്? നമ്മൾ തമ്മിൽ പല പ്രശ്നവും കാണും എന്ന് വെച്ച് ആ ചേട്ടനെ നമ്മൾ മറക്കണോ? അർജുന, ആരോ നമ്മുടെ വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഫോളോ ചെയ്യുന്നു? അവര് കൗരവരാണ്. അവരും നമ്മുടെ ബന്ധുക്കളല്ലേ? വണ്ടി ഇതാ അവിടെ നിർത്തി ഹായ് പറഞ്ഞേക്കാം. നിങ്ങൾ ക്യാരക്ടർ വന്നതുപോലെ അവരിതുവരെ വന്നിട്ടില്ല. വേഗം പോ. പേടിക്കണ്ട മോളെ, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. എടാ, നിങ്ങളാരും പ്രേമിച്ചിട്ടില്ലേ? പറ. ബേബി, ഇവരോട് പറഞ്ഞു കൊടുത്ത ആളെ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ. Let's kill them, baby. Let's kill them. ഇപ്പൊ അവരെ കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? അർജുന, ഇവന്മാർക്ക് എന്താ വട്ട? സാമാന്യ ബോധമില്ലാന്ന് തോന്നുന്നു. ഇവന്മാരെന്തിനാ എന്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നേ? ഇങ്ങനെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഭഗവാനെ, കൃഷ്ണ രാമോ, എന്തെങ്കിലും ചെയ്യേ, രക്ഷിക്കൂ. എന്നെ തള്ളി ഇപ്പുറത്താക്കിയിട്ട് എന്റെ സീറ്റിലിരുന്ന് അവൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല നിനക്ക്. ഐ എം സോറി. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട ഭഗവാനെ. രാമനായാലും കൃഷ്ണനായാലും വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പോവാണോ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
ഹരേ രാമ 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 കൃഷ്ണ ഹരേ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന രാമ രാമ. ഹരേ ഗോപാല. കൃഷ്ണ സീറ്റ് ബെൽറ്റ് ഇട്ടേ. ശരി അർജുന. ബേബി നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അടിയാ അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ വന്നില്ലല്ലോ. ഫോണിന്റെ കൈ തന്നെ ഉണ്ട്. വണ്ടി മിസ്സായതായിരിക്കും. ചിലപ്പോ നാളെ അവരെത്തൂ. ഒരു പ്രാവശ്യമെങ്കിലും ടൈമിംഗ് നോക്കി പടം പറ. ആ പറയാം. ബേബി എന്താ ഇത് ബേബി? ഇതിനെ കൊതൊന്നും പറയും. നിനക്കൊന്നും ഇത് അറിയില്ല. നിന്റെ അച്ഛനയച്ച ഗുണ്ടകളുടെ കയ്യിൽ നമ്മളെങ്ങാനും കുടുങ്ങിയാൽ നമുക്ക് ഉടുതുണി ഉണ്ടാവില്ല. യു ആർ സോ ചീപ്പ്. എന്താ അങ്ങനെ നോക്കുന്നത്? എന്റെ ചേച്ചി മുൻപേ പറഞ്ഞതാ നിങ്ങളെ പോലത്തെ ഒരാള് വരുമെന്ന്. നിന്റെ ചേച്ചി ജാതകം നോക്കൂ? ഇല്ല, മുഖം നോക്കി പറയും. എന്റെ മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു വേണ്ടത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന്. അത് ഞാൻ കേക്കോ? വെറുതെ അവരെ വിളിച്ചു പറഞ്ഞു. എനിക്കറിയാം. അതെയോ? അപ്പൊ അവർക്കും അറിയാമോ? ഞാൻ പറഞ്ഞില്ല. രക്ഷപ്പെട്ടു. സാരമില്ല, നിങ്ങൾ നല്ല ആളാ. എന്റെ കല്യാണത്തിന് ക്ഷണിക്കാവേ. നല്ല ആളാണെന്നല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാ വിളിക്കുന്നത്? അല്ല, അവര് നിങ്ങളുടെ സഹായം ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്ത്? സഹായം ചോദിക്കുമ്പോ ചെയ്തു കൊടുക്കുന്നതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം സഹായം ആവശ്യമുള്ള ആൾക്കാര് ചോദിക്കാറില്ല. കൊള്ളാം, വളരെ നല്ല കാര്യം. അല്ല, നിങ്ങൾക്കെന്താ ജോലി? ഈ ട്രെയിൻ കയറും ഇറങ്ങും അല്ലാതെ? എനിക്ക് യാത്ര ചെയ്യുന്ന ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കറങ്ങി നടക്കുന്നത്. മനുഷ്യരെ നന്നാക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മെഡിസിന് പഠിച്ചത്. ചിരിക്കാൻ കാരണം അന്വേഷിക്കാറില്ല, ദേഷ്യം മനസ്സിൽ വെക്കാറില്ല. നാളെക്കുറിച്ചുള്ള പേടിയില്ല എനിക്ക്, വിശ്വാസമേ ഉള്ളൂ. ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും നല്ലപോലെ പോണം. ആകാശനീലം നീ കണ്ടുവല്ലോ, ആനന്ദമായി ചിഞ്ചിലക്ക ആവേശമോടെ നിൻ കൺകളിൽ പ്രേമത്തിൻ ദീപം തുടി തുടിച്ചു. ഉല്ലാസം പൂക്കും സല്ലാപം തേടും നിൻ ചുണ്ടിൽ വിരിയും പൂന്തേനുണ്ണും ശലഭം പോലെ ഉള്ളത്തിൽ നിറയും നിൻ മൗനരാഗം. എൻ സ്നേഹം പാടും നീ സ്വപ്നം കാണും നേരത്തെന്നും. ഒഴുകുകയാണു നീ പുഴ പോലെ, ഒരു നീർമാതള പൂ പോലെ. എന്നും മനസ്സിലൊരായിരം ഉളകങ്ങൾ ചിരിയായി വിരിയും മോഹങ്ങൾ. ഇന്ന് കതിരാടും കിളിപാടും കുറുനിര തഴുകി കാറ്റോടും കരതേടും കുളിരോളം കവിത തുളുമ്പും നിന്നതരം പാടുകയായി മമ നെഞ്ചം. ഒരു കടലായി ഒരു സ്വരമായി പ്രിയതോഴി മധുവിധുകാലം. ഇനി എന്നെന്നും എൻ സ്വന്തം, എന്നെന്നും സന്ധ്യ സിന്ദൂരം തൂകും വിൻ ചന്ദ്രലേഖ. നിന്നെ തൊട്ടു തൊട്ടു വിളിക്കുമ്പോൾ
പാലൊച്ച കേൾക്കാൻ കാതോർത്തു നിൽക്കും തൂമഞ്ഞിൻ തുള്ളി നീ എന്നും പുലരിയിലുണരും നേരം. നീർമണികൾ വീഴും പോലെ വാനവില്ലു തെളിയും പോലെ സംഗീതമെന്നും നമ്മിൽ സമ്മോഹനങ്ങൾ തേടും നക്ഷത്രദീപ പ്രഭയിൽ നവതരംഗരാഗം പോലെ ഇന്നിന്റെ ആത്മാവിൽ നീ മാത്രമേ. എങ്ങനെയെങ്കിലും കസ്റ്റമർ ഉണ്ടാവണം. ശരി, വൃത്തിയായിട്ട ഹോട്ടലും വൃത്തിയായിട്ട സർവീസും. എന്ത് പറ്റി? ദോശ ചീത്തയായല്ലോ. ചീത്തയാണെങ്കിൽ കളഞ്ഞിട്ട് പോടോ. അല്ല പിന്നെ ഇതേതാ പുതിയൊരു സാധനം തലയിൽ മയിൽപ്പിലും വെച്ചിട്ട്. എന്താടാ നോക്കി നിൽക്കുന്നത്? എഴുതടാ, വേഗം എഴുത്. അതെ, എന്തിനാണ് വേണ്ടത്? അല്ല അനിയ, ഡു യു ഹാവ് സം ഓട്സ് ആൻഡ് സാൻഡ്വിച്ചസ്? എന്തിനപ്പി വേണ്ടത്? ഇവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ബേബി എന്താണ് നോക്കുന്നത്? ഒരു ചവിട്ടി ചവിട്ടി ഉണ്ടല്ലോ. എന്നെ ചവിട്ടുന്ന അതേ അപ്പി ഇയാളുടെ പേരിൽ 500 രൂപ എഴുതിത്തല്ലോ. വത്സ, എന്തിനാ 500 രൂപ? ഈഗോ അത് ഹേർട്ടായാലേ എല്ലാവർക്കും ഫൈൻ അടിച്ചു വിടും. അതൊക്കെ ഇവിടെ ഇവിടെ ഇപ്പൊ എന്താ കഴിക്കാനുള്ളത് അത് പറ. രാത്രിത്തെ ഇഡ്ഡലി, കുറച്ചത്തെ പൂരി, ഇപ്പോഴത്തെ ദോശ ഉണ്ട്. ഈ ഇരിക്കുന്നവരുടെ മൊത്തം ചെലവും ഞാൻ തന്നെ നോക്കേണ്ടത് അറിയോ? ഇഡ്ഡലി ആണെങ്കിൽ 200, പൂരി ആണെങ്കിൽ 500, ദോശ ആണെങ്കിൽ ഓഫറാണ് 50 മാത്രം. വത്സ, ദോശ വിൽക്കുകയാണോ അതോ നീ അത് പലിശയ്ക്ക് കൊടുക്കുകയാണോ? നിങ്ങൾ എന്തിനാണോ പറഞ്ഞത്? കണ്ടില്ലേ വില കൂടിയ സാരി ആഭരണങ്ങളൊക്കെ? ഇതൊക്കെ കണ്ടിട്ടില്ലേ ഇയാൾ ഈ പെങ്ങളെ പൊക്കിക്കൊണ്ടുവന്നത്? എന്തായാലും ഇവര് പോയതിനു ശേഷം കുറെ ഏമാരൊന്ന് ഗ്ലാസും ടേബിളൊക്കെ അടിച്ചു തള്ളും. ആ പണൊക്കെ ആരടക്കണോ? എനിക്ക് ഇയാളെ മുഖോ വർത്തനോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് പോകാം. അവര് വന്ന ഈ ഗ്ലാസും ടേബിളൊക്കെ പൊളിക്കുമ്പോഴേ നിങ്ങൾ എങ്ങോട്ടാ പോയെന്ന് ഞാൻ പറയും. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കേ. അപ്പേ ലേഡീസ് ഇരിക്കുന്നുണ്ട്. ഒരു 1700 രൂപ എഴുതേക്ക്. അല്ല നിങ്ങൾക്ക് എന്തിനാ വേണം? വെണ്ണ. പോത്ത് പോലെയുള്ള നിങ്ങൾക്ക് എന്തിനാ വെണ്ണ? അർജുന, ഞാൻ കൃഷ്ണനാണെന്ന് ഈ ഹോട്ടലുകാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ എന്റെ പാട്ടിട്ടിരിക്കുന്നത്. ഈ ഫ്ലോയിൽ തന്നെ പോയാ മതി കൃഷ്ണ. എന്റെ അളിയോ, ഇനി എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ? ഇവിടെ കൊണ്ടുവരാനായിട്ട് ആ ഗുണ്ടകൾ വീണ്ടും വരുമോ? ഓടിപ്പോയ ആളുകൾക്ക് ടൈം ടേബിൾ ഇടുന്ന പണിയാണോ എനിക്കുള്ളത്? അല്ല, എന്നെ ട്രെയിനിൽ കയറ്റി അയക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്റെ വീട്ടുകാർ ഇപ്പൊ തന്നെ ആകെ ടെൻഷൻ അടിച്ചിരിക്കാവും. ട്രെയിനിൽ നിന്ന് നീ ഒറ്റയ്ക്കല്ലല്ലോ ഇറങ്ങിയത് സാവിത്രി. ഒരുമിച്ചല്ലേ ഇറങ്ങിയത്? ഒരുമിച്ച് തന്നെ കയറാം. ഏതോ 7, 14, 21 നമുക്ക് ഒരുമിച്ച് തന്നെ കയറാം. എന്ത്? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ സാവിത്രി. അതെ, ഇതാ നിങ്ങളുടെ വെണ്ണ. അർജുന, ഇവിടെ ആര് വരും എന്നുള്ളത് പറയാൻ പറ്റുമോ? ഇയാൾ അർജുനാണെങ്കിൽ നിങ്ങളായിരിക്കും കൃഷ്ണ. നീ എന്തിനാ തോന്നിയമാര് സംസാരിക്കുന്നേ? എന്നെ ഡാന്ന് വിളിച്ചാൽ 5000 രൂപ എഴുതാള്. 5000? എടാ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരു വണ്ടി വേണം. AC 10000, നോൺ AC 5000. ഏത് വേണം നിങ്ങൾ പറഞ്ഞാൽ മതി. അതെ, ഇവിടെ അടുത്തുള്ള അമ്പലം ഉണ്ടോ? ഈ ചോദ്യത്തിന് അവന് 2000 രൂപ എഴുതള്ളിയേ. 2000 എന്തിനാ ചേട്ടാ? അടുത്താണോ ദൂരെയാണോ ഞാൻ പറയണ്ടേ? കൃഷ്ണ, അർജുന, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വണ്ടി റിപ്പയർ ആയില്ലേ, ഇനി നിന്റെ കാര്യം എന്താണ്? നീ എന്നെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട അർജുന. ഈ പേരിന്റെ കാര്യം നീ നോക്കിക്കോ, റിപ്പയറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താങ്ക് യു കൃഷ്ണ. വരൂ മോളെ.
അതെ ചേട്ടാ, ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ അമ്പലം. നല്ല ഫേമസ്. ചോദിക്കുന്നത് അതൊക്കെ നീ നടക്കും. പറഞ്ഞ അമ്പലം ഇതല്ലേ? അതെ ചേട്ടാ. നീ പറഞ്ഞതുപോലൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ 2000 രൂപ കുറയ്ക്കാം. ലവ് യു ബേബി. കൈവിട്, ഇതൊരു അമ്പലാണ്. എന്ത് മഞ്ജുരത്? നീ ഇങ്ങോട്ട് വാ ബേബി. എന്താ ബേബി ഇവൾക്ക്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇടാൻ എന്തെങ്കിലും കിട്ടുവോ? എന്ത് അണ്ണ എന്തിനാണ് ചോദിക്കുന്നത്? പുതിയ വസ്ത്രം വല്ലതും കിട്ടുവോന്ന്? ഇവൻ എന്തിനാണ് പുതിയ വസ്ത്രം? വല്ല സെക്കൻഡ് ഹാൻഡ് കിട്ടങ്ങ് വാങ്ങിച്ചിട്ട്. ഇങ്ങനെയൊക്കെ പറയും, നമുക്ക് ഹോൾസെയിൽ വാങ്ങിക്കാം. നമസ്കാരം. നീ പോയി മേടിച്ചോ, ഞാൻ പറഞ്ഞു തന്നേക്കാം. ശരി, എന്റെ ഒരു ബുദ്ധി. എല്ലാ സ്ഥലത്തും ശരി ചേട്ടാ. പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇതിന് സെപ്പറേറ്റ് ബില്ലാണോട്ടാ. അവരെ അകത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്റെ ബില്ല് എപ്പോ അടയ്ക്കാം? അകത്തേക്ക് കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? മനസ്സിലായി. എന്റെ പൊന്ന് ചേച്ചിമാർ എങ്ങോട്ടേക്ക് വാ. അവനെ വെറുതെ വിടാൻ പാടില്ല. നിങ്ങൾക്കൊക്കെ എന്തിനാ പഞ്ച് ഡയലോഗ്? അങ്കിള് നിങ്ങൾക്ക് തരുന്ന ചിക്കനും കുപ്പിയും ആഗ്രഹിച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ വിറ്റു. പക്ഷെ അവര് എന്നെ വിശ്വസിച്ചു. ഇല്ല വേണ്ടെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരെയും പിടിച്ച് അടിച്ച് നിരപ്പാക്കും. നടന്നേ പറ്റൂ. ഇപ്പൊ ഇവിടെ ബർത്ത്ഡേ ആഘോഷം നടന്നേ പറ്റൂ. അതുകൊണ്ട് ആഘോഷപ്പാട്ടുകൾ കേൾക്കാം. അനിയാ, പാട്ട് നല്ല ഒച്ചത്തില് വെക്ക്, എന്നാലേ അടിക്കൊരു രസം ഉണ്ടാവത്തുള്ളൂ. സൗണ്ട് കൂട്ട്. ചിന്നോടെ പേട്ടക്കൊച്ചാണ് എന്താലേ ആക്രമിച്ചാണ്. ഈ അടി കണ്ടിട്ട് ചേട്ടന്റെ നാട് കണ്ണൂരാണെന്നാ തോന്നുന്നത്. എന്താടാ, ബാച്ചായിട്ടാണല്ലോ നിന്റെ ആളുകൾ വരുന്നത്? പോയ അഡ്മിഷനിൽ 2 വണ്ടി ഉണ്ടായിരുന്നു, ഈ അഡ്മിഷനിൽ 5 വണ്ടി ഉണ്ടല്ലോ. നീ ഒന്നും ഉണ്ടായിരിക്കടാ.
ഞാൻ വരില്ലെന്നാണോ വിചാരിച്ചത്, അതോ പറ്റില്ലെന്ന് വിചാരിച്ചോ? കമോൺ, മതി മതി, ഇവിടെ ഇറങ്ങിക്കോ. അളിയാ വളരെ നന്ദി. ബൈ. സൂക്ഷിച്ച്. വാ, വാ. ഓക്കെ, ബൈ ബൈ ബൈ. തിരിച്ചു വിളിക്കേ. സാവിത്രി, ഇനി എന്താണോ പറയാൻ പോകുന്നത്? വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്ക് നന്നായി അറിയാം. ഇപ്പൊ നടന്നതെല്ലാം കണ്ടിട്ട് സ്നേഹിച്ചാൽ വിവാഹം ഇങ്ങനെ നടക്കുമെന്നല്ലേ വിചാരിച്ചത്? ഞാൻ വിചാരിച്ചതല്ല, അത് സത്യമാണ്. സാവിത്രി, അത് വേറെ കാര്യം, നമ്മുടെ വേറെ കാര്യം. മോനെ, ഇതില് നീയുണ്ട്. എന്നെ അങ്ങ് വിട്ടേക്ക്. വീട്ടില് ബന്ധം നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാതെ എങ്ങനെ കല്യാണം കഴിക്കാ? അവര് 3 ദിവസത്തേക്ക് ട്രെയിനിൽ കണ്ടുമുട്ടിയവരല്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ ഇഷ്ടം എന്താണോ അത് തന്നെ തീരുമാനിച്ചോ. എന്റെ പൊന്നെ, എന്നൊന്ന് വെറുതെ വിട്. എന്റെ കല്യാണം തീരുമാനിച്ചതാണ്. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. പറഞ്ഞു കൊടുത്താ കുറ്റം, ചോദിച്ചാ തെറ്റ്. പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് എനിക്കാ, നിനക്കല്ല. അതെങ്ങനെയാ ശരിയാവുന്നത്? എന്റെ കല്യാണമാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. സാവിത്രി, 2 നിമിഷത്തിനുള്ളിൽ ട്രെയിൻ വിടുത്തും. ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാ മതി. നിന്റെ മുത്തശ്ശിയുടെ മുമ്പിൽ ഞാൻ താലി കെട്ടും. നീ അതല്ലേ ചെയ്യൂ. പ്ലാറ്റ്ഫോമിന് ഓടിപ്പോയി കല്യാണം കഴിക്കാനല്ലേ നിന്റെ ഇഷ്ടം. അതിന് എന്നെ കിട്ടില്ല. തിരിച്ചു വിളിക്കേ, തിരിച്ചു വിളിക്കേ. നിന്റെ വീട്ടിൽ വന്ന് വീട്ടുകാരോട് സംസാരിക്കാം, അത് മതിയോ? എന്റെ പൊന്നെ, നീ ദേവി ഏതൊന്ന് മനസ്സിലാക്കോ. ട്രെയിൻ വന്നോണ്ടിരിക്കാ സാവിത്രി. അവസാനമായിട്ട് ചോദിക്കാ ഞാൻ. എനിക്ക് നിങ്ങളോട് ഇനി ഒന്നും പറയാനില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? സ്റ്റേഷനിൽ തന്നെ ഉണ്ടോ ഞാൻ? ഹലോ, എന്നെ മനസ്സിലായില്ലേ? എന്റെ മോള് 2 ദിവസത്തിനകം എത്തും. നമുക്ക് നിശ്ചയം ഉറപ്പിക്കണ്ടേ? നീയും നിന്റെ അമ്മയും എത്രയും പെട്ടെന്ന് എത്തിയാ നന്നായനെ. സാർ, എന്റെ അടുത്ത് തന്നെ ഒരു പെൺകുട്ടി നിപ്പുണ്ട്. 3 ദിവസം മുമ്പാണ് ഞാൻ അവളെ കണ്ടത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഈ വിവരം അവൾക്കല്ലാതെ മറ്റെല്ലാവർക്കും മനസ്സിലായി. ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കണ്ട. നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ നല്ലൊരു ബന്ധം നോക്ക്. എന്റെ ആൾക്കാരോട് നിങ്ങൾ തന്നെ പറഞ്ഞേര്. എന്നിട്ട് പറ്റുമെങ്കിൽ ഈ പ്രാന്തി പെണ്ണിനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഫോണൊന്ന് വെക്ക്. ആ ചെറുക്കൻ എന്താ പറഞ്ഞത്? മോൻ ഈ വിവാഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അവൻ വേറെ ഏതോ പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെന്ന്. നീ എപ്പോഴും എനിക്ക് പാര വയ്ക്കണതല്ലേ? നിനക്ക് തന്നെ നീ പാരയാവുന്ന ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ ഫോട്ടോ എനിക്ക് മുമ്പേ കാണിച്ചു തന്നാ മതിയായിരുന്നു അമ്മേ. നീ എന്തൊക്കെയാ പറയുന്നേ? കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് ഞാൻ നിന്നോട് ഫോൺ ചെയ്ത് സംസാരിപ്പിച്ചപ്പോൾ അവരോടും നീ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോ ഫോട്ടോ കാണിച്ചില്ലെന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയുന്നു. നിന്റെ തോന്നിയ ദിവസം പോലെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞാ ശരിയാ ചേച്ചി. ആദ്യം ഈ കഴുതയോടൊപ്പം ചുറ്റുന്നത് നിർത്തും. ചേച്ചി ഇപ്പൊ പറഞ്ഞത് ശരിയാ. നിങ്ങൾ അനാവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കണ്ട. 4 ദിവസം കൂടി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം നടന്നേനെ. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, അവൾ എന്നെ തന്നെ പ്രേമിക്കും. ഈ നിമിഷവും അവൾ എന്നെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അയാളുടെ ഒരു കാര്യം, എന്റെ കല്യാണം മുടക്കി വെച്ചേക്കുക. എന്റെ കൈ കിട്ടി ഞാൻ അയാളെ കൊല്ലും. എല്ലാവർക്കും ഓരോരോ ആള് വിധിച്ചിട്ടുണ്ടെന്നല്ലേ, പിന്നെ എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു? നീ ഒന്നുകൂടെ വിഷമിക്കണ്ട പോളെ. വിഷമല്ല, ദേഷ്യ. അതിപ്പോ ഏത് വികാരമായിരുന്നാലും എനർജി നമ്മുടെ അല്ലേ. ഈ വികാരം നമുക്ക് മാത്രമേ ഉള്ളൂ, അത് അവിടെയും കാണൂ. ഇതൊക്കെ നോക്കിയേ, ഞാൻ അത്ര പെട്ടെന്നൊന്നും ചാകത്തില്ല. എടാ, ഇവിടെ കല്യാണം കഴിഞ്ഞില്ലെന്ന് വെച്ച് ഞാൻ മിണ്ടാതിരിക്കത്തൊന്നുമില്ല. എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നിശ്ചയം കഴിഞ്ഞേനെ. എന്തെല്ലാരും ഇങ്ങനെ മിണ്ടാതെ മൂഡൌട്ടായിട്ടിരിക്കുന്നേ? അവളെന്തോ തെറ്റ് ചെയ്ത പോലെ മുറിക്കാത്തിരിക്കുന്നേ. ഇപ്പൊ ഞാൻ ധൃതി കാണിച്ചു വന്ന എനിക്കൊരു സംശയം. ഇല്ല ഏട്ടാ, ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനാ വെറുതെ ഞാൻ ധൃതി പിടിച്ചു. നിങ്ങൾ ചേട്ടൻ അനിയന്മാരുടെ സ്നേഹം പിന്നെ മതി. ആദ്യം നടക്കേണ്ട കാര്യം അങ്ങ് നടക്കട്ടെ. എന്താടാ
എന്തിനാ നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു ബന്ധം പോയെന്നല്ലേ ഉള്ളൂ. അതൊക്കെ സെന്റിമെന്റ് അല്ലേ? നമുക്ക് സാവിത്രിക്ക് വേണ്ടി വേറൊരു ബന്ധം നോക്കാം. ചിലപ്പോൾ അയാൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവാം. നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കാം. ഇൻഫാക്ട് അയാളെ കാണുമ്പോൾ നമുക്കൊരു ത്രില്ലും തോന്നാം. അത് ശരിയാ ചേട്ടാ. മരുമോൻ പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നേ. US-ൽ ഞങ്ങൾക്ക് അറിയുന്ന ഒരു ബന്ധുവുണ്ട്. അവര് നമ്മുടെ രീതിയിൽ വളർന്ന നല്ലൊരു പെൺകുട്ടി മതിയെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സാവിത്രിക്ക് ശരിക്കും മേച്ചായിരിക്കും. അതേതായാലും ഇനി പെട്ടെന്ന് വേണ്ട. ഒരു തവണ ധൃതി കാണിച്ചപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേട്ടാ. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ഏതെങ്കിലും ഒരു ബന്ധം നോക്കണം. നല്ലതാണെന്നല്ലേ അവള് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കിയാലോ? മോളെ ഗായത്രി, അച്ഛാ, നീ ഒരു പ്രാവശ്യം ചെന്ന് അവളോട് കാര്യം താൻ ചോദിക്കേ. നമ്മള് വിചാരിച്ചൊരു കാര്യം നടന്നത് വേറൊരു കാര്യം. നീ ആപ്പിലായല്ലോടി എന്റെ പൊന്ന് ചെല്ല കിളിയേ. നന്നായിട്ട് നടന്നല്ലേ? ഞാൻ നിന്നോട് കാര്യം പറയട്ടെ, അതും നടക്കാൻ പോകുന്നത്. ഹേ ശക്തി, പറയുമോളെ, ഇവളോടൊന്നും മിണ്ടാതിരിക്കാൻ നീ പറയുന്നുണ്ടോ? നിങ്ങളുടെ തത്വജ്ഞാനം ഞങ്ങൾക്ക് ആവശ്യമില്ല. നിനക്ക് വേണ്ടി വേറൊരു ബന്ധം നോക്കുന്നുണ്ട്. ശക്തി, എനിക്ക് വേറൊരു ബന്ധം നോക്കുന്നുണ്ടെന്ന്. ബന്ധം അമേരിക്കയെന്നാ. അമേരിക്കയെന്നത്രേ? പേരെന്തൊക്കെ പറഞ്ഞു? എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പറന്നു പോകുന്നു പറഞ്ഞു. മെനിഞ്ഞാന്ന് വന്ന സംബന്ധം ബസ്സിലായിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് പ്ലെയിനിലാ. പറന്നോ. നീ എത്ര ദൂരെ പറക്കുമെന്ന് എനിക്ക് ഒന്ന് കാണണം. വിവാഹം ഉറപ്പിച്ചേ. പറ്റുമെങ്കിൽ ഈ പ്രാന്തി പെണ്ണിനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്ക്. ഇപ്പൊ നിങ്ങൾ ഫോൺ വെക്കാൻ നോക്ക്. മോളെ, എന്ത് പറ്റി മോളെ? മോളെ ശക്തി, അയാൾ ഈ കല്യാണം തകർക്കുന്ന ഇപ്പൊ സ്വപ്നം കണ്ട. നീ ഒന്നും മിണ്ടാതിരിക്കെ. അവനതാ പുറത്തിരിപ്പുണ്ട്. എന്തേ പറയുന്നത്? അയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? സാർ, ഞാൻ കാരണം ചെറിയൊരു തെറ്റ് പറ്റി. ചെറിയ തെറ്റോ? കൃഷ്ണ, ഞാൻ ചെയ്തത് കാരണം ദേഷ്യം വന്നു അറിയാം. അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല. സാറിനോട് 2 കാര്യം സംസാരിക്കണം. പറഞ്ഞോളൂ. ആദ്യത്തേത്, എന്റെ മുമ്പിൽ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് നിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടി മറ്റാരുമല്ല, നിങ്ങളുടെ മകളാണ്. മകൾക്ക് വേണ്ടി നല്ലൊരു ബന്ധം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഫോട്ടോ നോക്കിയത്. നന്നായിട്ടുണ്ടായിരുന്നു. ഡോക്ടറാന്ന് പറഞ്ഞപ്പോൾ നന്നായിന്ന് കരുതി. ഇവിടെ നിങ്ങളുടെ സ്വത്തൊക്കെ ഞങ്ങളാ നോക്കി നടത്തുന്നത്. അറിഞ്ഞ ബന്ധാന്ന് കരുതി ഞങ്ങളൊക്കെ സന്തോഷിച്ചു. പക്ഷെ നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം എൻ്റെ മനസ്സ് മാറി. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട അവളുടെ വീട്ടിലേക്ക് ചെന്ന് എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യം നിനക്കുണ്ട്. അതേപോലെ എൻ്റെ വീട്ടിലേക്ക് ആര് വന്നാലും അവരെ ഇരുത്തി സംസാരിക്കാനുള്ള സംസ്കാരം എനിക്കുണ്ട്. ധൈര്യമില്ലെങ്കിൽ ഞാൻ സഹിക്കും, പക്ഷെ സംസ്കാരം ഇല്ലെങ്കിൽ അതൊട്ടും ഞാൻ സമ്മതിക്കില്ല. സാർ, നിങ്ങൾ ദേഷ്യത്തിലാണ് പറയുന്നത്. പക്ഷെ എന്റെ പ്രണയം അങ്ങനെയൊന്നുമല്ല. ഇത്രയ്ക്ക് അനുഭവമുള്ള നിങ്ങളോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അതേപോലെ എൻ്റെ മോൾ അന്ന് നിന്റെ മുമ്പിൽ ഇല്ലായിരുന്നുവെങ്കിൽ നീ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരുമായിരുന്നില്ല. നിനക്ക് ആവശ്യമുള്ള മറുപടി നിനക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിനക്ക് പോകാം. സാറ്, 2ാമത്തെ കാര്യം, എന്റെ സ്വത്തൊക്കെ നിങ്ങളല്ലേ നോക്കി നടത്തുന്നത്. അതിങ്ങോട്ട് തന്നാൽ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. ആ കാര്യം നിന്നോടല്ല, മുതിർന്നവരോടാ സംസാരിക്കണ്ടേ. അതുകൊണ്ടല്ലേ അമ്മാവനെ കൊണ്ടുവന്നത്. ഇപ്പൊ ഞാൻ സ്വത്ത്, വിവാഹം, വഴക്ക്, അത് ഇങ്ങനെ. കൃഷ്ണ, ഇവൻ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ വഷളായി എന്നാ തോന്നുന്നത്. അവരുടെ സ്ഥലം വെച്ചാൽ കാണിച്ചു കൊടുക്കുക. ശരിയാട്ടോ. എന്താ അവര് പറഞ്ഞു? ഏതോ സ്വത്തിന്റെ കാര്യം പറയുന്നത്. ഇനി നിന്നെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും സ്വത്ത് കിട്ടിയാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിക്കറിയാം സ്വത്തിനു വേണ്ടിയല്ല നീ വന്നതെന്ന്. ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ വന്നത്. സാവിത്രിക്ക് വേറൊരു ബന്ധം കണ്ടുവച്ചിരിക്കുക. സാവിത്രിയുടെ വിവാഹവും ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സും രണ്ടും പ്രധാനമാണ്. എൻ്റെ ഏട്ടൻ്റെ അഭിമാനത്തിന് വേണ്ടി എൻ്റെ മനസ്സിലുള്ള ദേഷ്യം നീ അളക്കാൻ പോയാൽ രണ്ടിൻ്റെയും ഭാരം ഒന്ന് തന്നെയായിരിക്കും. കൃഷ്ണൻ സാറേ, നിങ്ങൾ ഇത്രയും ഭാരം ചുമക്കണ്ട. നടു ചിലപ്പോൾ ഉളുക്കും. എന്തായാലും ഞാൻ നിങ്ങളെപ്പോലെ ഇടയ്ക്ക് നിൽക്കില്ല. ഒരുപോലെ ആയിരിക്കും, ഒന്നില്ലെങ്കിൽ ഇപ്പുറത്ത് അല്ലെങ്കിൽ അപ്പുറത്ത്. 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഉത്സവമാണ്. അതിനുശേഷം നിങ്ങളുടെ ഭാഗം തന്നേക്കാം. അതിനുശേഷം ഈ പരിസരത്ത് എവിടെയും നിന്നെ കണ്ടുപോയേക്കരുത്.
ഈ ഒരാഴ്ച ഞാൻ നല്ലപോലെ പഠിക്കട്ടെ. എന്താ വീഴാത്തെന്ന് നോക്കട്ടെ. ഉത്സവം കഴിഞ്ഞിട്ട് കാണാവേ. ചെല്ലട്ടെ. ഇയാളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ നോക്കും. മോനെ, എന്താ ഇത്? വിവാഹം, എന്ത് സ്വത്ത്, എന്നാ പെണ്ണ്? എത്തിയല്ലോ. അപ്പൊ സ്വത്തിന് വേണ്ടിയാണോ വന്നത്? നിനക്ക് വേണ്ടി വരാത്തതിന് വിഷമമുണ്ടോ? നിന്നെ കല്യാണം കഴിച്ച് സ്വത്ത് സ്ത്രീധനമായിട്ട് വാങ്ങിക്കും. അതിന് പകരം സ്വത്ത് മേടിച്ചാൽ നിന്നെ സ്ത്രീധനമായിട്ട് കിട്ടുമല്ലോ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ട മോനെ? ന്യൂയോർക്കിലോ പാരീസിലോ ഷിക്കാഗോയിലോ ഞാൻ അങ്ങനെ എവിടെയെങ്കിലും പോയി സെറ്റിലോ. എന്തായാലും ആഫ്രിക്ക എന്ന് പറയാഞ്ഞുകൊണ്ട് ആ നാട് രക്ഷപ്പെട്ടു. സാവിത്രി മോളെ, വിട്ടേക്ക് ശക്തി. വേണ്ടെന്ന് പറഞ്ഞാല് വിഷമത്തിലാ ഇവര്. ഇനി പറഞ്ഞ അവന് സഹിക്കാൻ പറ്റില്ല. മോനെ, വയല ആരെങ്കിലൊക്കെ കാണും. ഇത്രയും അടുത്ത് നിന്ന് കാണുമ്പോൾ ഒട്ടും സഹിക്കില്ല. അതുകൊണ്ട് പൊക്കോ. പോകാൻ പറഞ്ഞില്ലേ? വാ ശക്തി. അവളുടെ ആ നടത്തം കണ്ടില്ലേ അമ്മാവ? വാ പോകാം. എങ്ങോട്ടാടാ? ആരോ വിളിക്കുന്നത് പോലെ തോന്നി. ഇനി ആരോടെ തന്നെ വിളിക്കാനുള്ള? ശുക്രൻ ശരിയായ സ്ഥാനത്തുണ്ടായിരുന്നിട്ടും വിചാരിച്ചതൊന്നും അങ്ങ് നടക്കുന്നില്ലല്ലോ. നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരായിരിക്കും? ഇത് നമ്മുടെ ബന്ധുവിന്റെ വീടാണോ? അല്ലേ? അകത്തെന്തോ ഹോമം നടക്കണ പോലെ ഉണ്ടല്ലോ. അങ്ങോട്ട് പോയി പ്രസാദം വാങ്ങിച്ചാലോ? എടോ, ഇതിന്റെ ഉടമസ്ഥൻ ആരാണാവോ? ചുറ്റും നിലവിളക്ക്, വീടിന്റെ നടുവിൽ കോലം, നട്ടുച്ചയ്ക്ക് ഹോമം ചെയ്യാൻ വെറുതെ ഇരിക്കുന്നതാ ഇയാളും. അല്ല, എന്താ ഇവിടെ നടക്കുന്നത്? അങ്ങനെ ചോദിക്കേണ്ടത് ഞങ്ങളാണല്ലോ മോനെ. ഞങ്ങളുടെ പുറകെ വന്ന് നിങ്ങളുടെ പയ്യന്മാര് പറഞ്ഞു കാണും അവളോടൊപ്പം യാത്ര ചെയ്ത ആൾ അത്ര സാധാരണക്കാരനല്ലെന്ന്. അത് ഞാനാ. ജൂൺ 8 സാവിത്രി ഇവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷെ ഒറ്റയ്ക്കല്ലായിരുന്നു. നിങ്ങളുടെ 6 പേര് അവളുടെ ഒപ്പം. റോഡെത്തിയപ്പോ 10 പേരായി, ധാബ എത്തിയപ്പോ 20 പേരായി. അമ്പലത്തിലേക്ക് വന്ന 2 വണ്ടി അവർക്ക് വേണ്ടിയാണെങ്കിൽ പുറകിൽ വന്ന 6 വണ്ടി സാവിത്രിക്ക് വേണ്ടിയായിരുന്നു. ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, കാറിൽ വന്നപ്പോൾ ഞാൻ നോക്കിയില്ല. പക്ഷേ അമ്പലത്തിൽ വന്നപ്പോൾ മാത്രം രക്ഷപ്പെടാനായില്ല. എന്തിനാ ഞങ്ങളുടെ പുറകെ വന്നത്? നിന്നെ ആരോ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇപ്പൊ നടക്കുന്ന കഥയല്ല, 20 വർഷം മുമ്പുള്ള കഥയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നീയാണ് വന്നിരിക്കുന്നത്. ജാതകം ചേർന്നെന്ന് കരുതി പെണ്ണിനെ ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതിയ 100 രൂപ നിന്റെ കയ്യിൽ തന്ന് അനുഗ്രഹിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിന്റെ അളിയനൊന്നും അല്ല ഞാൻ. ഇവനെ അപമാനിച്ചതിനൊരു തിരിച്ചടിയായിട്ടായിരുന്നു അതേ ജാതകത്തിൽ തന്നെ അന്ന് സാവിത്രി ജനിച്ചത്. സാവിത്രിയുടെ കുട്ടിക്കാലം മുതലേ അവളെ കണ്ടാണ് ഇവൻ വളർന്നു വന്നത്. അവൻ താലി കെട്ടുവെന്നുണ്ടെങ്കിൽ അത് സാവിത്രിയെ മാത്രമായിരിക്കും എന്ന് അവൻ പറഞ്ഞു. അങ്കിളോ? എന്നാ പിന്നെ അങ്കിളുടെ അടുത്ത് മേടിച്ചോ. ഇന്നാ മോളെ കൊണ്ടുപോയിക്കോ. താങ്ക് യു. മോനെ, നീ
നന്നായിട്ട് പൗഡർ പൂശിയിട്ടുണ്ടല്ലോ. നീ ആയുഷ്കാലം മുഴുവനും ഒരു യുവാവായിട്ട് തന്നെ ജീവിക്കും. ഇപ്പൊ നീ ഒന്ന് പറഞ്ഞേ, സാവിത്രിയെ ശരിക്കും ഇവൻ തന്നെയല്ലേ കെട്ടേണ്ടത്? ആ പറഞ്ഞ ശരിയാണ് സാർ. നിങ്ങളുടെ ആള് കഴിച്ചോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാം. അപ്പൊ വാ മോനെ നമുക്ക്. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇതിപ്പോ പാരയായല്ലോ, എന്താ ചെയ്യേണ്ടത്? ആരോടാ ഞാൻ സംസാരിക്കാ? എടാ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഭാര്യയും കുട്ടിയൊന്നും ഇല്ലാതെ മനസ്സിൽ തന്നെ എന്തൊക്കെയോ എഴുതി പിടിച്ച് നിനക്ക് വട്ടായതാണ്. ഇതിനെയാണ് ചൈൽഡ് മോളസ്റ്റേഷൻ എന്ന് പറയുന്നത്. മെഡിക്കൽ ടേംസിൽ ഇതിനെ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയും. അല്ലേലും ഇത് നിങ്ങളുടെ ഗ്രാമമല്ലേ? ആ കിഡ്നാപ്പിംഗ് ഇവിടെ വെച്ച് ചെയ്താൽ ചെലവ് ചുരുക്കാമായിരുന്നു. അത്രയും കാശ് മുടക്കി ഇത്രയും വലിയ പ്രൊഡക്ഷന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇതെല്ലാം അങ്കിള് പറഞ്ഞിട്ടാ. ഇവിടെ നിന്നാണ് കടത്തിക്കൊണ്ടുപോയതെങ്കിൽ എല്ലാവരും സംശയിക്കും. അഥവാ പുറത്തു നിന്നാണ് കടത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ അത് ഭാഗ്യം തന്നെയാണ്. അതാണ് അവസാന നിമിഷത്തിൽ ഒരു പ്ലാൻ ചെയ്ത് ഇവന്മാരെ അങ്ങോട്ട് അയച്ചത്. അതെന്ന് അവസാനത്തെ മിനിറ്റ് തത്കാലിൽ ബുക്ക് ചെയ്യാൻ എന്ത് വലിയ പ്രശ്നമാണെന്ന് നിനക്കറിയാവോ? അവന്റെ ഒരു രൂപവും ഭാവവും ബുദ്ധിയും മനസ്സിലായി. നിന്നെയും അങ്കിളിനെയും ഈ ബോയ്സിനെയൊക്കെ കണ്ടാൽ ഇവിടെ ആശുപത്രി ഇല്ലെന്ന് മനസ്സിലായി. തന്നേക്കാം, എല്ലാവർക്കും ഒരുമിച്ച് ട്രീറ്റ്മെന്റ് തരാം. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. എന്നാ പിന്നെ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അല്ല, ചോദിക്കുന്നത് അവിടെ ആവുമ്പോൾ ഉത്തരവെന്തിനാ ഇവിടെ നിന്ന് വരുന്നത്? അതിന് കാരണം മൗനവ്രതത്തിലാവൻ. ചിരിക്കല്ലേടാ, അവർക്ക് വരുമെന്നോ? ഒരാഴ്ച ഇവിടെ എങ്ങനെ ടൈം പാസ് ചെയ്യണമെന്ന് ആലോചിച്ചതാ. ഇപ്പൊ അതും മനസ്സിലായി. മൈ ഡിയർ ഡിവോഷണൽ ബോയ്സ്, ഇനി ഒരിക്കൽ കൂടി സാവിത്രിക്ക് വേണ്ടി അമ്പലത്തിൽ വണ്ടിയുമായിട്ട് വന്നാൽ പറയാനൊക്കെ പറഞ്ഞിട്ട് പോയാ മതിട്ടാ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്റ്റാർട്ട്. സാവിത്രി, അയ്യോ, നല്ലോണം ഒരെണ്ണം കിട്ടി. നീ അവളുടെ പുറകെ പോയി അവള് നിന്നെ അടിച്ചില്ലടാ. പിന്നെ പാട്ടും പാടിയില്ലേ? ഈ പ്രായത്തിൽ പിന്നെ അവൻ പാട്ട് പാടിയില്ല, പിന്നെ ജപിച്ചോണ്ടിരിക്കണോ? അതിനെന്താ, മറ്റേ ആൾ അവിടുന്ന് ഡാൻസ് കളിക്കുന്നത് നിങ്ങളും കണ്ടതല്ലേ? ഞാൻ എന്തിനാ അവന്റെ ഡാൻസ് കാണണ്ടേ? ഇന്ന് രാത്രി എന്റെ മരുമാൻ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കണ്ട ഇവിടത്തെ ആൾക്കാർ അവന്റെ ഫാൻസ് ആവും. ആണോ? എന്താ പോലെ നീ ഉണ്ടായപ്പോ തൊട്ട് നിന്നെ ഞാൻ ഒരിക്കലും തല്ലിയിട്ടില്ലടാ. പക്ഷെ ഇന്ന് എല്ലാവരുടെ മുമ്പ് വെച്ച് അവളെ തല്ലിപ്പോ എനിക്ക് വിഷമട്ടേടാ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്. കറണ്ടിന് എന്ത് പറ്റി? വിളക്ക് കൊണ്ടുവന്ന്. ഗ്രാമത്തിലൊക്കെ ഇങ്ങനെയാടാ, രാത്രിയിലൊക്കെ ഇങ്ങനെ കറണ്ട് പോവും. രാവിലെ ആവുമ്പോ വിവാഹവും നടക്കും. എന്തായാലും ഇപ്പൊ കറണ്ട് പോയല്ലോ, നിന്റെ വിവാഹം അങ്ങ് നടത്തിക്കളയാം. നിനക്കും ഇതൊക്കെ അറിയാവോന്ന് ഞാനും ഒന്ന് കാണട്ടെ. എനിക്ക് ഇപ്പോഴും 16 വയസ്സായതേ ഉള്ളേ. നമ്മള് മോശക്കാരാന്ന് അറിയാത്തോണ്ടല്ലേ അവരുടെ പെണ്ണിന് നമുക്ക് തന്നെ. നിന്റെ ഇടത്തി നല്ല ഉറക്കവാ, അനിയത്തിക്ക് ഉറക്ക കൊടുക്കുകയും കൊടുത്തു. പിന്നെ സതിയോ? അവൻ ഇടയ്ക്ക് കയറി വന്ന അവനെ അങ്ങ് കൊന്നുകളയാം. മർഡറാണോ? അല്ല, വാഴക്കൊല. പോടാ. ഒന്ന് നിക്കടാ അവിടെ. വിക്ടറി ഫോർമേഷന് കേക്ക് ഉണ്ട്, ബലൂണോ, കാൻഡില്, അതുണ്ട്. ചേട്ടന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ചേട്ടൻ അങ്ങോട്ട് പോയാ പോരെ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഏട്ടന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അതാണ് ഇതാണ് കടിയ സർപ്രൈസ്. വാട്ട് യു വാണ്ട്? ഒന്നുകൂടെ പറയേ, പിന്നെയും പറയേ. ആരാടാ ഇവര്? മനസ്സിലായില്ലേ? അതാ ഋഷിയ. അപ്പൊ ഇവരൊക്കെയോ? അവളുടെ റൂം ഏതാണ്ടാ.
മോനെ, നമ്മൾ ഈ സമയത്ത് ആരും അറിയാതെ വേണം അകത്തേക്ക് പോവാൻ. എന്താ ചേട്ടാ ഉറക്കോളിക കൊടുത്ത് എന്നോട് മാത്രം പറഞ്ഞാലേ മൈക്ക് വെച്ച് കൂവിയോ? എന്റെ അമ്മ എന്തു പറ്റി? സാവിത്രി ഒരു ദേവതയാണ് മോനെ, ദേവത. അതെന്തിനാ? ഈ കാലത്ത് ആരെങ്കിലും ഒരു എരുമയെ കൊണ്ടത് വീട്ടിൽ കെട്ടിട്ട് പോടാ. അവളൊരു ദേവതയോ? എന്തുവാടാ ഈ നോക്കുന്നത്? ഓ, നീ ഇങ്ങ് വാ. അയ്യോ, കള്ളു കുടിച്ച് എന്റെ തലയ്ക്ക് പിടിച്ചേ. എനിക്കിപ്പൊ പാല് വേണം. എന്തായാലും ഭയങ്കര നോക്കണേ. നിനക്ക് വിശക്കണുണ്ടോ? ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. നിനക്ക് തിന്നാൻ വൈക്കോലും പുല്ലും. ഞാനിപ്പോ വരാം. അയ്യോ, എന്റെ ആരോട് ചവിട്ടിക്കൊന്നു. ഇയാൾക്ക് ശരിക്കും വട്ടുപിടിച്ചെന്നാ തോന്നുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാം. ആ ഋഷി നമ്മളെ അടിക്കാൻ ആൾക്കാരെയും കൊണ്ടാ വന്നിരിക്കുന്നത്. എന്തുവാടാ കാണിക്കുന്നത്? വെളിച്ചം കൂട്ടിയതാ. എന്റെ അവിടെ പൊള്ളി. എവിടെ? ആ സൈക്കിളാണല്ലോ. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട. ഇച്ചിരി പുല്ലും വൈക്കോലും കിട്ടാൻ എവിടെയൊക്കെ പോയി അന്വേഷിക്കണം. രക്ഷപ്പെട്ട് കണ്ടില്ല. നമ്മ ഇങ്ങോട്ട് വന്നത് ഋഷിയോട് പറയണ്ടാ. തുപ്പിയതാ ഞാൻ പറയില്ല. ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ എന്റെ അടുത്ത്. എടാ മോനെ ഋഷി, ഇതൊന്ന് പിടിച്ചാട്ടെ, അവന് കൊടുത്തോട്ടെ. ഗുഡ് മോർണിംഗ് ഓഫീസർ. തൊപ്പി വേണ്ട, ഈ ബലൂണാലും പോലെ. ഞാൻ പണ്ടാരക്കാലം കൊണ്ടുപോയടാ. ആഹാ, എന്റെ പൊന്നു സാവിത്രി, എന്റെ കുട്ടി സാവിത്രി. ഹായ്. അപ്പൊ കല്യാണം എന്ന് വെച്ചാൽ അവൾക്ക് ഭ്രാന്തല്ലേ? ആ കണ്ണ് കണ്ടില്ലേ? അവളുടെ മൂക്ക്, അവളുടെ ചുണ്ട്. തെറ്റാ. നീ എന്തിനാ എന്നെ തല്ലിയത് സാവിത്രി? പോട്ടെ, സാരമില്ല. നീ അടിച്ചപ്പോ വീണതാ, ഞാൻ തിരിച്ചു തന്നേക്കാവേ. ഞാൻ പശുവല്ല, എന്റെ കാല് വിടറോ. ഞാൻ പശുവല്ലടോ. എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പശുവല്ല. നീ എന്തുടാ കാട്ടണേ? ഇവനെ ഏതാണ് ഈ മരക്കോന്തൻ? നിന്നോട് പറയുന്നേ, അണ്ണന്റെ കേക്കണത്. ഒന്ന് മാറിക്കേ. ഹാപ്പി ബർത്ത്ഡേ. എന്താടാ ഈ കാണിച്ചേ? കൊള്ളാം. വന്നേ, നമുക്കൊത്തിരി പണിയുണ്ട്. എന്റെ അമ്മോ, കണ്ടിട്ടാ കൊണ്ടുപോകാൻ വന്നതാണല്ലേ? ആരാ? അന്ന് നല്ല അഭിനയം. ഈ വീട്ടിനകത്തേക്ക് എന്തിനാ വന്നെന്ന് പറ. നാളെ അണ്ണന്റെ ബർത്ത്ഡേ ആണ് ഋഷിയേട്ടാ. ഗ്രാമത്തിലെ വലിയ ആൾക്കാരെ വിളിക്കാന്നാ വിചാരിച്ചേ. വലിയ ആളുകളോ? അതെ, നിങ്ങളെയും കൂടെ ഉദ്ദേശിച്ചേ. അപ്പൊ വിളിച്ചല്ലോ, വന്നേക്കാം. ഞാനിനി 3 എണ്ണുന്നതിനുള്ളിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ എണ്ണാൻ തുടങ്ങ്. ഈ വിഡ്ഢികൾക്ക് ധൃതിയായിരുന്നു. ഇനി എന്റെ വിഡ്ഢികൾ എവിടെയാണോ? അവനെ ഇപ്പൊ പിടിക്കില്ല. ഇപ്പൊ പിടിക്കും. പിടിക്കില്ല. പിടിക്കും, കണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞില്ല മോനെ ദിനേശ, പിടിക്കില്ലെന്ന്. നിനക്കെന്താ പറ്റി? എനിക്ക് പണിയായടോ. അതെങ്ങനെ? നിങ്ങള് ഗായത്രി. ഓ, സാവിത്രിയുടെ സിസ്റ്റർ. ഞാൻ കുടിച്ചിട്ടുള്ളത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന കണ്ടപ്പോഴേ നീ എങ്ങനത്തെ ആളെന്ന് മനസ്സിലായി. പക്ഷേ അവൾക്ക് മനസ്സിലാവില്ല. മനസ്സിലായി, പുറത്തു പറയില്ലെന്നേ ഉള്ളൂ. കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു. ഇഷ്ടമല്ല എന്ന് പറയാനുള്ള ധൈര്യം അവൾക്ക് കാണില്ലേ? പക്ഷെ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വിവാഹം കഴിക്കാനാണ് വന്നത്, വിട്ടേച്ചങ്ങ് പോകാനല്ല. എല്ലാം മനസ്സിലാക്കാനാ വന്നത്. അത്രയ്ക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവളുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതല്ലാതെ എന്നെ ഇഷ്ടമല്ലെന്ന് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. അത് തന്നെ എനിക്ക് ധാരാളം. 3 ദിവസം കൂടി ഇവിടെ പിടിച്ചു നിൽക്കാൻ.
എനിവേസ് താങ്ക്സ്. പിന്നെ കാണാവേ. അവൾക്ക് പറ്റിയ ആളാ. മോളെ മോളെ ശക്തി, നമ്മുടെ വീട്ടിൽ എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് അത്ഭുതത്തെ കുറിച്ചല്ലേ അറിയൂ. ഇന്നലെ രാത്രി എനിക്ക് നടന്നത് ക്രൂരത. നീ എന്തീ പറയുന്നത്? രാത്രി ആ ഋഷിയും കൂട്ടുകാരും കൂടെ വന്ന് ഇവിടെ കിടന്നത് ബഹളമായിരുന്നു. ഋഷി വന്നെന്നാ? നീ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. നിന്നെ വിവാഹം കഴിക്കാനുള്ള ചെറുക്കം വന്നിട്ടുണ്ട്. ഈ ആഴ്ച വിവാഹം കഴിഞ്ഞ് നിന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞേ. അതെ, എന്താ ആലോചിക്കുന്നത്? എന്നാ ഞാൻ പോയി ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. അയ്യോ കൊള്ളാലോ, എനിക്കത് വേണം. ഇന്നലെ രാത്രിയില്ലേ നമ്മള് കാട്ടിക്കൂട്ടിയത് കുറച്ചൊന്നും അല്ല മോനെ. നീ സൈക്കിളും നന്നായിട്ട് ചവിട്ടിട്ടോ. അതെ, എങ്ങോട്ടാ? ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ നിന്ന് കളഞ്ഞേ? ഇങ്ങോട്ട് വന്നേ. നീ ഇപ്പൊ എന്തിനാ അവരെ എങ്ങോട്ട് വിളിക്കുന്നേ? നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ ഇങ്ങനെ നിക്കാതെ ഇങ്ങോട്ട് വാന്ന്. ഇന്നലെ രാത്രി നടന്നെല്ലാം പറഞ്ഞു കാണുവോ? ഇനിയിപ്പോ എന്താവും? കെട്ടിവെച്ചടിക്കും, അല്ലാണ്ട് എന്ത്? ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. ഇന്നലെ രാത്രി എസ്കേപ്പ് ആയതല്ലേ, ഇന്ന് ഞാൻ അവന്റെ ആട്ടപ്പ് വരുന്നത് കണ്ടോ? അല്ല, എന്താ അവരിങ്ങനെ നോക്കണേ? രാത്രിത്തെ കാര്യം ചോദിക്കാനായിരിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ആ കസേര എടുത്ത് എന്തിനാ വിളിപ്പിച്ചത്? അത്യാവശ്യമൊന്നുമില്ല, ഒന്ന് ഷീട്ട് കളിക്കാൻ. അറിയാവോ, കളി കാണുമ്പോ താനെ മനസ്സിലായിക്കോളും. ഒന്നിനും കൊള്ളാത്ത കൈയാണല്ലോ. ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അയ്യോ, അതെന്തിനാ ആ ചീട് കളഞ്ഞത്? അതല്ലാതെ ഞാൻ ഏതാ അറിയണ്ടേ? ഒന്നും മിണ്ടാണ്ടിരിക്കേ. ആരാ? അതിന് തന്നെ എത്ര പെൺകുട്ടികളെ വിളിക്കാറുള്ളത്? ആഹാ, നീയായിരുന്നു. എന്ത് ചെയ്യാ? നിന്റെ അച്ഛൻ്റെ ഒപ്പം ചീട്ട് കളിക്ക. എന്റെ മോളാ, എന്റെ മോള്. ഷോ. ആഹാ, ഓരോരുത്തന്റെ ഭാഗ്യം നോക്കണേ. ജോക്കർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേന്. അച്ഛാ, നിങ്ങളുടെയോ? ഒന്ന് കിട്ടിയാ മതിയായിരുന്നു, ജസ്റ്റ് മിസ്സായി പോയി. നിങ്ങൾക്ക് ഏത് കാർഡാ കിട്ടിയത്? റാണിയുണ്ട്. പറ്റിയ കാർഡ് തന്നെ. എനിക്കൊരു രാജാവിനെ കിട്ടിയാ മതിയായിരുന്നു. രാജാവായിരുന്നു നിങ്ങളുടെ ആഗ്രഹം, റാണി എന്റെ ആവശ്യമായിരുന്നു. ആഗ്രഹത്തെക്കാൾ കൂടുതൽ ആവശ്യത്തിന് മുൻതൂക്കമുണ്ട് സാറേ. നീ എന്താ വൈകിയത്? എവിടെയായിരുന്നു? ഏട്ടാ, അവന്റെ കൂടെ എന്തിനാ കളിക്കുന്നേ? എന്താടാ, അവൻ നമ്മുടെ ശത്രുവാണോ? നാളൊരു സമയത്ത് നമ്മുടെ സാവിത്രിയുടെ വിവാഹം നടക്കുമ്പോ നമുക്ക് അവനെ ക്ഷണിക്കേണ്ടതല്ലേ? എന്തേ? അതുകൊണ്ടല്ലേ ഏട്ടാ. അവൻ നല്ലവനാണെങ്കിൽ ഞാനൊരു രാജാവ് തന്നെയാ. അവൻ ആള് ശരിയല്ലെങ്കിൽ ഞാനൊരു വിട്ടിയും. നിങ്ങളവരെ തോൽപ്പിച്ചപ്പോ അവരുടെ മുഖം കണ്ടില്ലേ? നീ വാടാ, നമുക്ക് ഇവിടുന്ന് പോവാം. ശരി ശരി. നിന്നെ അടിച്ചതിന് സോറി, കമ്മല് തന്നതിന് താങ്ക്സ്. ഇത് രണ്ടും അല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. വേറെന്തെങ്കിലും പറ. ഞാൻ ഇങ്ങോട്ടാ വരുന്നതെന്ന് ശക്തിയുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. വേറെന്തെങ്കിലും പറ. എനിക്ക് ഇങ്ങനെ വരാൻ കഴിയുമെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. വേറെന്തെങ്കിലും? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ വിവാഹം ഉറപ്പിച്ചാണെന്ന് നീ മനസ്സിലാക്കണം. എന്റെ വീട്ടിൽ വന്ന് എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ നിന്ന് പോവാമോ? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ എനിക്ക് നിന്നോട് സ്നേഹവുമില്ല. ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ആദർശ കുടുംബം. തിരുമേനി, എന്റെ ഇളയമകളുടെ വിവാഹമാണ്. ക്ഷണക്കത്ത് വന്നിട്ടുണ്ട്. തിരുമേനി നടയിൽ വെച്ചൊന്ന് പൂജിച്ചു തരണം. ഇങ്ങോട്ട് തന്നോളൂ. ദൈവത്തിന്റെ അടുത്ത് വെച്ച് ഞാനൊന്ന് പൂജിച്ചിട്ട് തരാം.
എന്താ ശക്തി അങ്ങോട്ട് നോക്കിയേ. ഇന്നലെ അവനോട് എത്ര പറഞ്ഞിട്ട് ഇപ്പോഴും നോക്കുന്ന കണ്ടില്ലേ? നീ ഒന്ന് കൺട്രോൾ ചെയ്തോ മോളെ. ആദ്യത്തെ ക്ഷണക്കത്ത് ദൈവത്തെ പോലെയുള്ള ആളുടെ കയ്യിൽ കൊടുത്ത എല്ലാം മംഗളമായി നടക്കും. സമാധാനായി. എന്താ അമ്മാവാ ഇങ്ങോട്ടാണല്ലോ നോക്കുന്നത്? എന്നാ നമുക്ക് പോകാം. ആ നിന്നെ കണ്ടത് കൊണ്ട് ആദ്യത്തെ കാർഡ് നിനക്ക് തന്നെ ആയിരിക്കും തരുന്നത്. ഇതൊന്നും എന്നെ കൊണ്ട് കാണാൻ പറ്റില്ലേ? അമ്മാവാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷണം സ്വീകരിച്ച് കല്യാണത്തിന് ഒന്നും മിണ്ടാണ്ടിരിക്കണ. വെറുതെ അതെ, ഒന്ന് നിന്നേ. വിവാഹത്തിന്റെ ആദ്യത്തെ ക്ഷണക്കത്ത് നല്ലൊരാളുടെ അടുത്ത് കൊടുക്കണമെന്ന് തിരുമേനി പറഞ്ഞു. എന്റെ കണ്ണിൽ ഇപ്പൊ നിങ്ങളാണ് നല്ലൊരാളായിട്ട് തോന്നുന്നത്. നിങ്ങളെക്കാൾ നല്ലൊരു മനുഷ്യൻ ആരവിടെ ഉള്ളത്? നീ അതിൽ നിന്ന് എടുത്തു കൊടുത്തേ. നിങ്ങൾ തീർച്ചയായിട്ടും വരണം കേട്ടോ. ഏട്ടാ സമയമായി, നമുക്കെന്നാ പോകാം. ആ പോവാം, നടക്ക്. അയ്യയ്യയ്യേ, എന്താ അമ്മാവത്? മുഹൂർത്തം നിങ്ങൾ കുറിച്ചതല്ലേ? ഇപ്പോഴാണ് സമാധാനമായത്. സാവിത്രിയുടെ ആദ്യത്തെ ക്ഷണക്കത്ത് നിങ്ങൾക്ക് തന്നെ കിട്ടിയല്ലോ. നിങ്ങളുടെ ഹോമവും പൂജയും ഒക്കെ ശരിക്കും അങ്ങ് ഫലിച്ചു. സമയത്ത് വരണേ, ഒരുമിച്ച് ആഹാരം കഴിക്കാം. ചിറ്റപ്പാ ഞങ്ങളുടെ അമ്മയ്ക്ക് ഈ സീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ റോഫിയടാ നോക്കിക്കോടാ. ഇനി ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല. ഞാൻ ശ്മശാനത്തിൽ പോയി മന്ത്രം ചൊല്ലി ആവാഹിച്ച് എല്ലാം കൈക്കലാക്കിയാൽ എന്നെ തോൽപ്പിക്കാനാവില്ല. അതെ അങ്കിളെ, ഒന്നും മനസ്സിലായില്ലട്ടാ. ഇപ്പോൾ ഇരുട്ടിന്റെ നിശബ്ദതയാണ്. ഇനി ആർക്കും നമ്മളെ ഒരു ചൂക്കം ചെയ്യാൻ കഴിയില്ല. ഇയാൾക്ക് വട്ടായി. വടയക്ഷിയും രക്തരക്ഷസും വിളിച്ച വെളിപ്പുറത്തെത്തും. മന്ത്രങ്ങളാൽ ഞാൻ അവരെ കൈക്കലാക്കിയിരിക്കും. ഇന്നത്തെ രാത്രി അവന്റെ അവസാന രാത്രിയും നിന്റെ ആദ്യ രാത്രിയുമായിരിക്കും. ഇന്ന് നീ മാത്രമായിരിക്കും ജയിക്കുക. അവന്റെ കഥ കഴിച്ചിരിക്കും. ഇന്ന് നിന്റെ കല്യാണവും അവനെ ഞാൻ. അങ്ങളെ, ഡയലോഗിനെതിരെ ഇത്രയ്ക്ക് ഗ്യാപ്പ് ഒട്ടും ശരിയായില്ലട്ടാ. 3 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞാൽ നീ റെഡി ആയിക്കൊള്ളണം. ഞാൻ തിരിച്ചു വരും. അതെ അങ്കിളെ, അടുത്ത ഇനി എന്താ? തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ എല്ലാവരും വേർതിരിഞ്ഞു പോയി നിക്ക്. അങ്കിളെ, ഈ എന്തിനു സഞ്ജയ? ഇതുവരയ്ക്ക് നീ എന്റെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. ഇനി നീ കാണാൻ പോകുന്നത് എന്റെ യഥാർത്ഥ രൂപമാണ്. എന്താ പൊളിച്ചില്ലേ? മാറിക്കുന്നേ. ഏതാണ് എന്റെ സ്ഥലം? ആ മൂലയ്ക്ക് പോ. ഒന്ന് പോയടാ, ഞാൻ നിക്കാം. ഇല്ലില്ല, ഇത് എന്റെ സ്ഥലം. പറഞ്ഞ കേക്കില്ലേ? അതെ അങ്കിളെ, ഏതാണ്ട് വരുന്നുണ്ട്. നീ അതൊന്നും കണ്ട് പേടിക്കണ്ട. ഞാൻ വിളിക്കുന്ന ശക്തികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വേഗം വരൂ. അങ്ങളെ അവിടെ ഇരുന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നേ? ഇവിടെ ഞങ്ങളെല്ലാരും അടിച്ചോണ്ടിരിക്കാന്ന്. എന്തിനടിയാണത്? ലൈറ്റ് വാങ്ങി. ഇത്രയും നേരം പ്രേത പോലെ വന്നടിച്ചത് നീയല്ലേ? എന്താ പറഞ്ഞത്? അല്ല, പ്രേതത്തിനെ പോലെ പേടിപ്പിച്ചത് നീയല്ലെന്ന്. ലങ്കിനി ശങ്കിനി ഡാഗിനിയൊക്കെ നിങ്ങളുടെ അമ്മാവന്മാരാ. നിന്റെ അങ്കിൾ വിളിക്കുമ്പോ വരാൻ. അവിടെ നിക്കട്ടാ, അടിക്ക് നീ 10 മിനിറ്റ് സമയമുണ്ട്. ഞാൻ അടിച്ചാ അത് ശരിയാകും. അതെനിക്കിഷ്ടപ്പെട്ടു. നിന്ന സ്ഥലത്ത് നിന്ന് ആരും അനങ്ങരുത്. ആരും പുറകെ തിരിഞ്ഞു നോക്കരുത്. ഞാൻ പറയുന്നവരെ ആരും തല്ലരുത്, കേട്ടോ? നിങ്ങൾ അവിടെ ഇരുന്ന് പൂജിക്കുന്ന മതിയാക്കിട്ട് ഇവരെ ഒന്ന് വന്ന് തല്ലുവോ?
തിന്ന് നല്ലപോലെ കൊഴുത്തിട്ടുണ്ടല്ലോ. അങ്കിളുടെ വീട്ടിലെ ഭക്ഷണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം? തല്ലു മേടിക്കാത്ര തന്നെ. ഇനിയും കൊടുക്കണോ? അയാളുടെ പൊസിഷൻ എങ്ങനെയുണ്ട്? പൊസിഷൻ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നാണിക്കാതെ പറയടാ. ജസ്റ്റ് ഓക്കെ ആണെന്ന്. ഇത്രയും പ്രയാസപ്പെട്ട് അടിച്ചിട്ടാണോ ജസ്റ്റ് ഓക്കെ? ഗോദാവരി എന്നൊരു പുഴയുണ്ട്, പുഴയുടെ അടുത്തൊരു മരമുണ്ട്, മരത്തിന്റെ കൊമ്പത്തൊരു കൊരങ്ങനുണ്ട്, ആ കൊരങ്ങന്റെ മനസ്സിൽ എന്താണ്? അയ്യയ്യേ, നന്നായിട്ട് പാടി നീ. എന്റെ ഫേവററ്റ് പാട്ടാണ്. ഇനി മുഹൂർത്തത്തിന് എത്ര നേരം ഉണ്ട്? 1 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി അങ്ങ് അടിച്ചാ മാത്രം പോരെ. അത് ചേട്ടാ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താ? അങ്കിള് ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് എക്ക അടിക്കാനൊന്നും തന്നിട്ടില്ല. അടിക്കുന്നത് പതുക്കണം കേട്ടോ, താങ്ങാൻ പറ്റില്ല. ഈ മാസം ഡിസ്കൗണ്ട് ഒന്നും ഇല്ലടോ. അങ്കിൾ, ഹോമം ഒക്കെ നന്നായി നടന്നോ? ഇപ്പൊ ഞാൻ മതിയാക്കി. ഗ്രഹനില ഒന്നും അത്ര ശരിയല്ല. ഇന്നത്തോടെ ഞാൻ അധികം ആരോടും സംസാരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്കിൾ, ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ ചെയ്യാം. ഈ അങ്ങളുടെ കാര്യം ശരിയില്ല കേട്ടോ, അവൻ തന്നെ സൂപ്പറാ. ആ ഗൃഹത്തിൽ ഞാൻ പൂജ ചെയ്തു, പക്ഷെ അത് ഇവിടെ ചെയ്യാൻ ഞാൻ മറന്നുപോയി. എന്റെ മനസ്സിൽ മുഴുവൻ നീയായിരുന്നെങ്കിലും കൺട്രോള് മുഴുവൻ അവിടെയായിരുന്നു. 4 ദിക്കിൽ നിന്നും അടിയോടടി കിട്ടിയപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞു പോയി മോനെ ഞാൻ. എന്നെ കൊണ്ട് ഇനി പറ്റില്ല മോനെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ചെയ്ത് കാണിക്കാം. എന്തുപറ്റി സാർ, വണ്ടി കേടായോ? എങ്ങോട്ടാ പോകുന്നത്? ആ കുഴപ്പമില്ല മോനെ, ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിങ്ങ് എത്തും. നീ പോയിക്കോ. സാരമില്ല സാർ, ഒരുപാട് വൈകി. കേറിക്കോളൂ. നീ പുറകിലിരിക്കേ. ദാ അനിയൻ വന്നാ ഞാൻ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറഞ്ഞു. ശരി സാറേ. ഓ മൈ ഗോഡ്, ഐ ലവ് ഇന്ത്യ. അയ്യോ മോനെ, നീ ഒന്ന് ഇരുന്നേ. വീട് ഞാൻ അടുത്ത ഹോസ്പിറ്റൽ പോലും ഇല്ല. എന്താ അങ്കിളെ, നിങ്ങൾക്ക് ഇപ്പോഴും പേടിയാണല്ലോ? അതല്ല മോനെ, നിന്റെ വീട്ടുകാരോടൊപ്പം നിനക്ക് കാറിൽ വന്നാൽ മതിയായിരുന്നു. ട്രെയിനിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് വരേണ്ട കാര്യം. ഐ ലവ് ഇന്ത്യൻ കൾച്ചർ. പ്രകൃതി എനിക്ക് അടുത്ത് നിന്ന് കാണാനാണ് ഇഷ്ടം. അത് നല്ലതാ. യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മോശമായിരുന്നു നിങ്ങളെ. ഇനി ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്യില്ല. ഹായ് ബ്രോ, നിങ്ങൾ സാവിത്രിയുടെ ബ്രദർ അല്ലേ? 2 ദിവസം ഒന്ന് നിന്ന് നോക്ക്, അതെന്നെ സംഭവം. ഞങ്ങൾക്ക് വളരെ അടുത്ത പരിചയമുള്ള പയ്യനാ. ഞങ്ങൾ അയൽക്കാരാണെന്ന് പറയാം. ഓ, അയൽക്കാരാണോ? എനിക്ക് ഇദ്ദേഹത്തിനെ വളരെ ഇഷ്ടപ്പെട്ടു. എന്നെ പോലെ വളരെ കാമായിട്ട്, വളരെ പീസ്ഫുൾ ആയിട്ട്, വളരെ സൂതി, വളരെ ഈ പോത്ത് എവിടെ നിന്ന് വന്നു? മൈ ഫസ്റ്റ് ബഫലോ ഇൻ ഇന്ത്യ. ഇൻക്രെഡിബിൾ ഇന്ത്യ. Typical Malayali house. But bro, I love your attitude in driving. Very subtle. Bro, can I get your number? Give it bro. You shyful India. എന്നാ പിന്നെ നമുക്ക് പോയാലോ? Keep in touch. Bye. തുടക്കം മാംഗല്യം തന്തുനാനേനു. എന്റെ അമ്മോ. കല്യാണ ചെറുക്കനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ ഞാൻ. കണ്ടാൽ ആരാണ്ട് വരട്ടിയതുപോലെ ഉണ്ട്. പക്ഷെ ഞാൻ കേട്ടത് നല്ല ഗ്ലാമർ ആണെന്നാണല്ലോ. മതി, നിർത്ത്. ഫോൺ വെക്ക്. ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ലോ അമ്മാവാ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മാവാ. എന്തേലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ആ സാവിത്രിയെ കൊണ്ട് നിന്നെ കെട്ടിച്ചിട്ട് വേണം സ്വത്ത് മുഴുവൻ കൈക്കലാക്കുവാൻ. എടുത്തി ചെറുക്കൻ കൂട്ടർ വന്നിട്ടുണ്ട്. അച്ഛൻ വരാൻ പറഞ്ഞു. ശരി എടുത്തി. നിങ്ങളുടെ ചേട്ടനോട് പറഞ്ഞു. ആയിക്കോട്ടെ. അല്ല മോളെ, കൃഷ്ണനെ കണ്ടില്ലല്ലോ. നമ്മുടെ കുടുംബത്തിന്റെ പേരില് ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ചെയ്യാൻ പോയിരിക്കുകയാണ്. നമസ്കാരമുണ്ട്. നമസ്കാരം. ഇതെന്റെ ഭാര്യ. നമസ്കാരം. എന്റെ ചെറിയ മോള്. നമസ്തേ. അതെന്റെ മൂത്ത മോളും മരുമോനും.
നിങ്ങളുടെ മകള് ഷെഡ്ഡി പോകുന്ന ട്രെയിനിൽ S2 കുറിച്ചിട്ടുണ്ട്. സാവിത്രി അല്ലേ? നമസ്കാരം. നമസ്കാരം. ഹലോ. Baby, why is she running away from us? ചിലപ്പോ അവള് നമ്മളെ മറന്നു കാണും ബേബി. There's definitely something fishy, baby. You mean fish curry? Stupid baby. ബേബി. ശക്തി. എന്താ മോളെ? ശക്തി അവര് ഇവിടെയും വന്നു. ആര്? ആ ട്രെയിനിൽ ഒളിച്ചോടിയവരില്ല അവര്. അവരെന്തിനാ വന്നേ? നമ്മൾ അവരെ വിളിച്ചില്ലല്ലോ. നീ ഉണ്ടായിരിക്കോ? അതാ പയ്യന്റെ അനിയത്തിയാ. നിനക്കിപ്പോ ശനിദശാണ് എനിക്ക് ശരിക്കും മനസ്സിലായി. അകത്താ ഋഷി, പുറത്ത് ഇവരും. ഈ കല്യാണം നടന്ന പോലെ തന്നെ. അവരെ പിടിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണെന്ന് അവരറിഞ്ഞാലോ? എന്ത് പറ്റും? പോയ പ്രാവശ്യം നമ്മൾ ഷിരടി പോയി, ഈ പ്രാവശ്യം നമ്മൾ കാശി പോകും. അവരെന്നെ എങ്ങനെ അറിഞ്ഞാണോ? എങ്ങനെ അറിയാതിരിക്കും? ആ ഋഷി ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ലേ, നിന്റെ കല്യാണം മുടങ്ങാൻ വേണ്ടിയാണ് അവൻ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഋഷി അങ്ങനെയൊന്നും ചെയ്യില്ല. എങ്ങനെ? ഋഷി അങ്ങനെ എന്തായാലും പറയില്ല. അവനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ മോളേത്? നിനക്ക് അവനെ കുറിച്ച് ഒരുപാട് അറിയാൻ തോന്നല്ലോ. ഇതുപോലത്തെ പൊട്ടത്തരൊന്നും വിളിച്ചു പറയരുത്. ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് വാർണിംഗ് തരാണ്. അകത്തെനിക്ക് ഒരുപാട് പണിയുണ്ട്. ഞാൻ പോയാലേ അതൊക്കെ നടക്കൂ. അല്ല സാവിത്രി എന്തിനാ നിന്റെ ചേട്ടനെ വിവാഹം കഴിക്കുന്നത്? ഋഷി എന്തിനായിരിക്കും ഇവിടെ വന്ന്? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അവളൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് ബേബി? ഞാൻ പറഞ്ഞില്ലേ ബേബി, സംതിങ് ഈസ് ഫിഷി എന്ന്. ലെറ്റ്സ് സീ. ഇവിടെ നിന്ന് തൊഴുതാ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനും എന്നും ഇവിടെ വന്ന് തൊഴുതേനെ. നീ ഇവിടെ വന്ന് ചെയ്യുന്നതെല്ലാം ആ ഋഷിയുടെ മുമ്പിൽ പോയി ചെയ്യേ. ഇനി ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്നും കയറി ഇറങ്ങില്ലേ എന്ന് പറഞ്ഞ് എനിക്കെന്താ? എന്റെ മുഖത്തല്ലേ അടിച്ചത്, ഇനി അവൻ നിന്നെ അടിച്ചോളും എല്ലാവരുടെ മുമ്പിൽ വെച്ച്. നിനക്ക് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഇനി നീ എന്താ ചെയ്യാൻ പോണെന്ന് ഇരിക്കുന്നത് കാണണം. ഇപ്പൊ മനസ്സിലായോ ബ്രോ വൈ ഐ ലൈക്ക് ഇന്ത്യൻ കൾച്ചർ? അനിയത്തി ചെയ്തത് തെറ്റാന്നറിയാം, ബട്ട് ഐ ലൈക്ക് യു ബ്രോ. ഐ ലൈക്ക് യു ഓൾസോ. നോ ഹാർഡ് ഫീലിംഗ്സ്. പക്ഷെ സാവിത്രി ഒരു പെൺകൊച്ച്, വളരെ ഡീസന്റ്, വളരെ ഡീസന്റ്. ദാറ്റ് ഈസ് വൈ ഐ ലവ് ഇന്ത്യൻ കൾച്ചർ. നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണല്ലോ. ഡു യു നോ മീ? ഒരു പെഗ് അടിച്ചപ്പോഴേ നിങ്ങളുടെ അവസ്ഥ ഇതല്ലേ? യു ആർ ഫണ്ണി. ഫണ്ണി ഇന്ത്യ. ഇങ്ങോട്ട് നോക്കിയേ, അവനങ്ങനെ ഓരോന്നും പറയും. അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇതെന്റെ നേറ്റീവ് പ്ലേസാ. കുട്ടിക്കാലത്ത് ഇവിടെ വരുമായിരുന്നു. ആരാ ബ്രോ? ഗേൾ ഫ്രണ്ട് ആണോ? ഐ ബീൻ ഒബ്സർവിംഗ്. അവന് മാത്രം ഇഷ്ടം, അവള് തിരിഞ്ഞു പോലും നോക്കിയില്ല. ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് അറേഞ്ച് മാരേജാ. ബട്ട് പ്ലീസ് ബ്രോ, നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് പറയോ? ലവ് സ്റ്റോറി ഒന്ന് പറയുന്നേ. അവളുടെ കണ്ണിലെ ഇഷ്ടം, സംസാരത്തിലെ ദേഷ്യം രണ്ടും കാണാൻ കഴിയും. എന്നെ വേണ്ടാന്ന് വെക്കുന്നത് അവളുടെ ഇഷ്ടമായിരുന്നു. എനിക്ക് മാത്രം അവളോട് തോന്നിയ ഇഷ്ടം. അത്രേ ഉള്ളൂ എൻ്റെ ലവ് സ്റ്റോറി. വേണ്ട, എന്റെ വിവാഹം വരെ ഒപ്പം നിന്നില്ലേ? സ്വന്തം കാര്യത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് സംസാരിക്കേ. ഇത്രയും പ്രാവശ്യം വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്ത? നീ എന്ത് ചെയ്യാണെന്നും അറിയില്ല, എവിടെയാണെന്നും എനിക്കറിയില്ല. പക്ഷെ 10 മിനിറ്റിൽ ഇവിടെ എത്തിയിരിക്കണം. ബൈ. കുടിക്കാൻ ഒരു ബിയർ വേണോ? ഈ സമയത്ത് എടാ മോനെ, നീ എന്തിനാടാ ഇവിടെ വന്നേ? അല്ല അമ്മാവാ, സ്മോൾ പാർട്ടി, ഫയർ ബിറ്റ്വീൻ ഫീൽഡ്സ്. കം ലെറ്റ്സ് ഹാവ് ബിയർ. അതൊന്നും വേണ്ട, കുറച്ച് ജോലിയുണ്ട്. ജോലിയുണ്ടെന്ന്? ദാറ്റ് ഈസ് വൈ ഐ ഹേറ്റ് ഇന്ത്യൻ കൾച്ചർ. ഹലോ, സാവിത്രി അവിടെ ഉണ്ടോ? അവൾ ഇവിടെ എവിടെങ്ങാനും കാണും. അവള് കൺമുമ്പിൽ ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഇവിടെ ഇല്ല. ഇത്ര സമയത്ത് ഇവിടെ എത്തിയില്ലേ? സാവിത്രി. ആ നന്നായി, ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മധുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കല്യാണ ചെറുക്കൻ്റെ അടുത്തൊന്നും പറയരുതെന്ന്. ഞാൻ വരാൻ പറഞ്ഞത് അതൊന്നും അല്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് പേടിയുണ്ട്. സാവിത്രി, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്.
നീ എന്നെ കണ്ടിട്ടാണ് പേടിക്കേണ്ടത്. നിന്നെ വളർത്തി വലുതാക്കിയ ആൾക്കാർ അകത്ത് തന്നെ ഉണ്ട്. അവരെ കാണുമ്പോൾ നിനക്ക് ധൈര്യം വരണം. നീ ഇപ്പൊ എന്താ പറയുന്നത്? എനിക്കറിയില്ല. പരിചയമുള്ള ആളെന്ന് പറഞ്ഞു. പരിചയമുള്ള ആൾക്ക് ക്ഷണക്കത്ത് കൊടുക്കും, അല്ലാതെ മനസ്സിൽ പേടിയുണ്ടെന്ന് പറയില്ല. നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. സംസാരിക്കണം സാവിത്രി. ഞാനല്ല, നീയാണ് സംസാരിക്കേണ്ടത്. നീ മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചു വരുത്തിയ ഈ നിമിഷത്തിന് ഒരർത്ഥവും ഉണ്ടാവില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം ഇത് സത്യമായതുകൊണ്ട്. നീ കള്ളിന്റെ പുറത്ത് എന്തൊക്കെയോ പറയാണ്. ഇപ്പൊ എന്നെ കണ്ടാൽ ഒരു കുടിയനെ പോലെ ഉണ്ടോ? അതെ, ഞാൻ കള്ളു കുടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നീ രക്ഷപ്പെടാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ദൂരം 2 പടി മാത്രമാണ്. നിന്റെ മനസ്സിൽ വിവാഹം എന്നൊരു ഭ്രാന്തുള്ളതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ദൂരം കൂടത്തേ ഉള്ളൂ. എന്നോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് നീ. പക്ഷെ നിന്റെ മനസ്സിൽ എന്നോട് സ്നേഹമില്ലെങ്കിൽ അത് ചതിയാണ്. എനിക്കത് സഹിക്കാനാവില്ല സാവിത്രി. അകത്തേക്ക് പോ. പോകാൻ. എന്നോട് വരരുതെന്ന് പറഞ്ഞില്ലേ? എന്തിനാണോ നീ വന്നത്? എന്തിനാ വന്നേന്നോ ചോദിച്ചത്? കയ്യെ പിടിക്കാൻ മാത്രം നിനക്ക് ധൈര്യം വന്നോടാ? ഒട്ടും താമസിക്കാതെ നിങ്ങളത് അറിയാം സാർ. നിങ്ങൾ എന്നെ തല്ലി എന്നുള്ള വിവരം നിങ്ങളുടെ ചേട്ടൻ അറിയാം സാർ. അല്ല, ഇപ്പൊ ഇവൻ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞതെന്ന്? അത് പിന്നെ ഏട്ടാ ഇങ്ങി വന്നേ. മിനിറ്റ് അവിടെ നിന്നേ. ഇനിയും എത്ര ദിവസം നിങ്ങൾ എന്നെ ചതിക്കാൻ പോകുന്നു സാർ? നിങ്ങളുടെ വീട്ടിലെല്ലാം ഭംഗിയായിട്ട് നടക്കും. എന്ത് ചതിന്നാ? എന്റെ പൊന്ന് സാറേ, നിങ്ങളുടെ പണം, അന്തസ്, അഭിമാനം, ഇതിനെല്ലാത്തിനും മുമ്പിൽ സ്നേഹമുണ്ട് സാർ. അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കി 3നും വേണ്ടി നിങ്ങളുടെ കുടുംബത്തെ ചതിക്കുന്ന കാണുമ്പോൾ എന്താണ് സാർ മനസ്സിലാക്കേണ്ടത്? നീ എന്തൊക്കെയാ പറയണേ? എന്റെ കുടുംബത്തിനോട് ഞാൻ എന്തുമാത്രം പാടുപെടുന്നു അറിയോ? നിനക്ക് എന്താ അറിയാ? നിങ്ങളല്ല സാർ, നിങ്ങളുടെ കുടുംബം മുഴുവനും നിങ്ങളുടെ അന്തസ്സിനെ കുറിച്ചാണ് സാർ ആലോചിക്കുന്നത്. അതിൽ ആദ്യത്തെ ആള് നിങ്ങളുടെ അനിയൻ. തീർച്ചയായിട്ടും ആലോചിക്കും. അവൻ എന്റെ അർജുനാണ്, അറിയോ? എന്റെ കുടുംബത്തിനെ കുറിച്ച് അവന് ചിന്തയുണ്ട്. അതിനെന്താ തെറ്റ്? അത് നിങ്ങളുടെ മകളാണ് സാർ. വിവാഹത്തിന് മുമ്പ് ചിരിച്ചോണ്ടിരുന്ന ആള് ഇപ്പൊ സംസാരിക്കുന്ന പോലുമില്ല. എന്താണ് സാർ അതിന്റെ അർത്ഥം? നിനക്കൊന്നും അറിയില്ല തോന്നുന്നു. എന്റെ മകളും മരുമകളും വളരെ സന്തോഷത്തിൽ തന്നെ ജീവിക്കുന്നത്. എന്നാൽ ആ കാര്യം നിങ്ങളുടെ മകള് പറയട്ടെ. എടാ, നീ അവളോടൊന്ന് വരാൻ പറഞ്ഞേ. ഗായത്രി. ഗായത്രി. ഗായത്രി സാർ, നിങ്ങളുടെ മരുമകനോട് പറ. നിങ്ങൾ അറിയാത്ത വേറൊരു കാര്യം, നിങ്ങളുടെ വീട്ടിലെ പെൺകൊച്ചിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞ 25 കൊല്ലമായി കാത്തിരിക്കുന്ന ഒരാൾ. അയാൾക്കറിയാത്തത് അയാളുടെ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. അവനെ ഞാനിപ്പോൾ അടിക്കാൻ പോവാണ്. 25 വർഷം മുമ്പ് നിങ്ങളുടെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ വന്ന ഇയാളെ നിങ്ങളുടെ അനിയൻ തല്ലി ഓടിച്ചു. ഒരിക്കൽ കൂടി നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ഇയാൾ വന്നു. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അടിക്കാൻ പോകുന്നു. കണ്ടോ? എടാ, ഇനി ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. എല്ലാവരും പോയി ആ പെണ്ണിനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വാടാ. ആരുടെ അടുത്തുനിന്നാ രക്ഷപ്പെടാൻ നോക്കുന്നേ? നിന്നോടൊപ്പം വന്ന നിന്റെ നെടുന്നല്ല ഇങ്ങനെ രക്ഷപ്പെടാന്. സത്യം, ഋഷി എന്ന പേരുള്ള സത്യം. അവൻ വീടിന്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ട്. വീട്ടിനകത്ത് കയറാൻ അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ അവൻ അറിയാം നീ അവന് വേണ്ടി വരുമെന്ന്. അന്ന് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ടാ എവിടെ പോകണമെന്ന് അറിയാതെ പോയത്. കണ്ടുപിടിച്ചോ? ഞാൻ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞു കൊടുത്ത നീയല്ല തെറ്റുകാരി. എവിടെ പോകണമെന്ന് അറിയാത്തതായിരുന്നു എന്റെ തെറ്റ്. ഇന്ന് നിന്റെ അവസ്ഥ അങ്ങനല്ല സാവിത്രി.
നീ എവിടാ പോകണ്ടേന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എങ്ങനാ പോകണ്ടേന്ന് നിനക്കറിയത്തില്ല. തലകുനിച്ച് നിൽക്കുന്ന നല്ലതും എതിർത്ത് പറയുന്ന ചീത്തയും നല്ല സാവിത്രി. വേണ്ടാന്ന് പറയാൻ ഒരു നിമിഷം മതി. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവനും. നിനക്ക് എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ. ഇതെല്ലാം നിന്നോട് പറയുന്നതിന്റെ കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് നിനക്ക് സംഭവിക്കരുത്. ഇവൻ പുറമേ കാണാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് വളരെ പാപമാ മോനെ. നിന്റെ അടി കൊണ്ടാൽ അവൻ ചാവും. പ്ലീസ് എടാ, ഇനിയും നീ ജാതകത്തെ വിശ്വസിച്ച് ജീവിക്കാൻ നോക്കിയാൽ ഇത് തന്നെയായിരിക്കും ഗതി. അമ്മാവോ എന്തോ കൊണ്ടുപോയിക്കോ മോനെ. 50 വർഷം വെയിറ്റ് ചെയ്തില്ലേ, ഇനി ഒരു 20 വർഷം കൂടി നമുക്ക് കാക്കാം. നടക്ക് മോനെ, നമുക്ക് ഇവിടുന്ന് പോവാം. തല്ലുകൊണ്ട് ആവണ്ട. നിങ്ങളുടെ സ്നേഹം ഈ ഒരുക്കത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്റെ സ്നേഹം അവരെ അടിച്ചപ്പോ കണ്ടു കാണുമല്ലോ. ഇത്രയും ദൂരം വന്നിട്ട് ഇനി അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. കണക്ക് തീരുന്നത് വരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. അപ്പൊ തന്നാലും ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടല്ലേ. ഒരു തീരുമാനത്തിലെത്താൻ സമയമെടുക്കും. നിങ്ങൾ പോയി നിങ്ങളുടെ പണി ചെയ്തോളൂ. അതുവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. അച്ഛാ, വരെ അച്ഛാ, ഇരിക്കൂ. കല്യാണം കഴിക്കണ്ടെന്ന് നിനക്കൊരു വാക്കിനോട് പറയാമായിരുന്നു മോളെ. അച്ഛാ, അന്നാ മണ്ഡപത്തില് എല്ലാരുടെ മുമ്പിൽ വെച്ച് എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയണമെന്ന് തോന്നി. പക്ഷെ അന്നേരം ഞാൻ അമ്മയെ കണ്ടു, കുഞ്ഞമ്മയെ കണ്ടു, ഇളയച്ചനെ കണ്ടു. എല്ലാവരുടെ മുഖത്ത് ഓടിപ്പോയ മോള് തിരിച്ചു വന്നു എന്നുള്ള സന്തോഷം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളെ കണ്ടു. എന്റെ മൂത്ത മകളുടെ വിവാഹം കഴിയുന്നു എന്ന സന്തോഷം, അഭിമാനത്തോടെ നിങ്ങൾ അവിടെ നിൽക്കുന്ന കണ്ടു. അന്നേരം തന്നെ തല കുനിച്ച് ഞാൻ താലി കെട്ടിച്ചു. എന്റെ കാര്യം വിട്ടേര്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അയാളോടൊപ്പം കഴിഞ്ഞോളാം. ഇനി നടക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അന്നേരം ചെയ്തപ്പോ തെറ്റാണെന്ന് തോന്നിയില്ല. എടാ കൃഷ്ണ, നല്ല ആളുകളും വലിയ ആളുകളും തമ്മിൽ അത്ര വ്യത്യാസമൊന്നുമില്ല. എന്നെ ഒരു വലിയ മനുഷ്യനാക്കാനുള്ള ശ്രമത്തില് നീ വളരെ താഴേണ്ടി വന്നല്ലോ മോനെ. ഈ വീടിന്റെ നന്മ എന്താണെന്ന് എന്നെക്കാൾ നിനക്കാണ് കൂടുതൽ നന്നായിട്ട് അറിയുന്നത്. നീ അത് തന്നെ ചെയ്യണം. ചൈത്രരാത്രികൾ മറയുകയായി, ചിത്രങ്ങളെല്ലാം മായുകയായി, ഇന്നും ഈ മനം തപിക്കുകയായി, പോകുകയായി യാമിനി. ഹൃദയം നിറയും മൗനങ്ങൾ, മധുരം തേടും ശലഭങ്ങൾ, കരളിൽ പടർന്ന വനലതികെ വിടരുമോ കൊഴിയുമോ?
സ്വപ്നം ശ്യാമരൂപഭാവം നിന്റെ ഓർമ്മ തേടും നീ അറിയാതെ നീ പരാഗമായി പൂവിനുള്ളിൽ വാഴും തേൻകണങ്ങളായി നെഞ്ചിനുള്ളിലും കടങ്കഥയായി ചോദ്യവുമായി മനസ്സിനുള്ളിൽ തെങ്ങലുമായി ഇരവുകളിൽ പകലുകളിൽ എവിടെ നീ അവിടെ ഞാൻ. തളരരുതേ കരയരുതേ ചിരിമലരായി തൂകും എന്നും പ്രേമം വിടതരിക നീ മനസ്സേ ഉളിരലയായി തഴുകാം നിന്നെ ഞാനെന്നും നിന്നിൽ പൂക്കും സ്നേഹം നിഷിദ്ധം നീ എവിടാണോ അവിടെ ചൈത്രരാത്രികൾ മറയുകയായി ചിത്രങ്ങളെല്ലാം മായുകയായി ഇന്നും ഈ മനം തവിക്കുകയായി പോകുകയായി യാമിനി ഹൃദയം നിറയും മൗനങ്ങൾ മധുരം തേടും ശലഭങ്ങൾ കരളിൽ പടർന്ന വനലതികെ വിടരുമോ കൊഴിയുമോ സാവിത്രി 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 വാതിലെന്താ തുറക്കാഞ്ഞ്? മുഹൂർത്തത്തിന് സമയായി, വാ പോവാം. പറയുന്നത് കേൾക്കുന്നില്ല നിനക്ക്? വരാനാ പറഞ്ഞത്. ഉണ്ടല്ലേ? എന്താ മോളെ, സമയമായി, നമുക്ക് പോകണ്ടേ? നിങ്ങളെല്ലാരും വിളിച്ചിട്ട് ഞാൻ എന്താ വരാത്തെന്ന് ആലോചിച്ചോ? സാവിത്രിക്ക് വിവാഹം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമല്ലേ? പക്ഷെ ആ ഫോട്ടോയില് കാണുന്ന ചിരി ഇപ്പൊ എന്റെ മുഖത്ത് ഇല്ലല്ലോ അച്ഛാ. വിവാഹത്തിന് മുമ്പ് പരിഭ്രമം കാണും. ഇത് പരിഭ്രമമൊന്നും അല്ല അച്ഛാ, ദേഷ്യമാണ്. അയാൾ ആരാച്ചാ നമ്മളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങളോട് സംസാരിച്ച് അവിടെ ഇരിക്കുന്നത്? ഞാൻ അയാളെ സ്നേഹിക്കുന്നെന്ന് അയാൾ പറയുന്നു അച്ഛാ. ഈ വിവാഹം ഞാനായിട്ട് മുടക്കുമത്രേ. എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് അവൻ എന്നോട് തന്നെ വന്ന് പറയുന്നു. എന്റെ ചുറ്റും നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, എന്റെ നന്മയും തിന്മയും ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ? പക്ഷെ എങ്ങനെയാ അവനെ എന്നെ ഇത്ര നന്നായി മനസ്സിലാക്കാൻ സാധിച്ച? പെൺകുട്ടികളെല്ലാം ഇങ്ങനെ അച്ഛാ, ഞങ്ങളെ ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഒരുപാട് വിഷമിക്കും, പക്ഷെ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ദേഷ്യപ്പെടും. അവൻ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചു അച്ഛാ. ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി അച്ഛാ. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ഓരോ കുടുംബത്തിലും നമുക്കറിയാത്തൊരു പെൺകൊച്ച് താമസിക്കുന്നുണ്ട്. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അത് മറ്റുള്ളവർ അറിയാം. ഗായത്രിയുടെ കാര്യത്തിൽ അവൻ പറഞ്ഞതിൽ വലിയ സത്യങ്ങളൊന്നുമില്ല. നിനക്കറിയോ എന്നിലുള്ള കുറവുകൾ അതൊക്കെ. വഴക്ക് പറഞ്ഞപ്പോഴും സഹിച്ചു, അവൻ അടിച്ചപ്പോഴും സഹിച്ചു. അപ്പൊ നിന്നവൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് മോളെ. നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു, അറിയാത്തൊരു തെറ്റ്. നിന്റെ കാര്യത്തിൽ ആ തെറ്റ് ആവർത്തിക്കില്ല മോളെ. അല്ല, നിനക്കവൻ എവിടെ കിട്ടിയത് മോളെ? നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി അവനെന്നെ പരിചയപ്പെടുത്തി. നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തപ്പോ ഞാനാണല്ലോ വീണുപോയത്.
അത് അത്രയ്ക്കൊക്കെ സംഭവിച്ചിട്ട് നാണില്ലാതെ ഇവിടെ കിടക്കാണോ? വന്നിട്ട് കുറെ നേരമായി. ഒന്ന് എണീറ്റേ. പോ. അതെ, ഇന്ന് തൊട്ട് ഈ സ്ഥലം എന്റേതാ. Excuse me. ഒരു മിനിറ്റ്. Excuse me. What's going on? ഓ എത്തിയോ? What is the secret gossip meeting? For the past 1 hour I've been waiting in the mandapam. I'm getting bored, Ray. Do you know how many mosquitoes are biting? Do you? Oh. Bride eloped, huh? Why do you guys need NRI bandham and all? You can go local, no? Typical Malayalam matrimony. Chha! One more NRI gone in the train, huh? Ade, madam. How much did you buy? Kalamandira? Waste, no? Typical old murmuring. വേറെ പണിയില്ല. Get out! അതിശയഗാനപരാഗം ചൂടിയ അഴകിന്റെ മഞ്ചരി നക്ഷത്ര ചെപ്പു തുറക്കും തൃക്കാർത്തിക നിർദീപം ശ്രീചന്ദന തിലകം ചാർത്തിയ പൂമാന പൈങ്കിളി പുതുമഞ്ഞിൻ കോടിയൊടുക്കും വെൺമേഘഹംസം പൂങ്കുയിൽ പാടും പാട്ടു നീ വസന്തരാഗഭാവമേ പുഞ്ചിരി തൂകും. ദൈവമേ, എന്റെ കല്യാണം ഇങ്ങനെ നടക്കുന്ന ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു. നമ്മള് ശരിക്കും താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ആദ്യത്തെ ബന്ധം ക്യാൻസൽ ചെയ്ത ആളോടല്ലേ. ഓ, ഇനിയിപ്പോ താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കല്ല, അയാളോട്. അയാള് ഞാൻ തന്നെയാ. അത് കൊള്ളാലോ.